പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ തുടർന്ന് അല്പസമയം വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിവസത്തേക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു വചനഭാഗം, ഒരു ചിന്ത നിങ്ങളുമായിട്ട് ഇന്ന് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളൊക്കെ ഒത്തിരിയേറെ അപമാനിക്കപ്പെട്ട അവസ്ഥകളിലൂടെ കടന്നുപോയവരാകും നമ്മളേവരും. ഒരുപക്ഷെ നമ്മുടെ ഏതെങ്കിലും ചില വാക്കിൻ്റെ പിഴവ് മൂലം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ചില പ്രവൃത്തികൾ വന്ന വീഴ്ച മൂലം, ചിലപ്പോൾ മറ്റുള്ളവർ നമ്മളെ തെറ്റിദ്ധരിച്ചത് മൂലം, അതുമല്ലെങ്കിൽ നമ്മൾക്ക് പോലും അറിയാൻ പറ്റാത്ത ചില കാര്യങ്ങളുടെ പേരിൽ അപമാനിക്കപ്പെട്ടവരായി നമ്മൾ പലപ്പോഴും തല കുനിച്ച് നിൽക്കേണ്ട ഒരവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് ചിലപ്പം ജീവിത പങ്കാളിയുടെ അടുത്തായിരിക്കാം, കൂട്ടുകാരുടെ അടുത്തായിരിക്കാം, മക്കളുടെ മുമ്പിലായിരിക്കാം, സുപ്പീരിയേഴ്സിൻ്റെ മുമ്പിലായിരിക്കാം, സമൂഹത്തിന് മുമ്പിലായിരിക്കാം. ഇങ്ങനെ ഒരപമാന ഭാരത്തിലൂടെ കടന്നു പോകുന്ന അനേകം മക്കൾ നമ്മുടെ ഇടയിലുണ്ട്. ചിലത് നമ്മുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും ഒരു വീഴ്ച കൊണ്ടാവാം. എങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മുടെ അപമാനത്തെ മാറ്റി അഭിമാനത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു ദൈവമാണെന്നാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു വചനഭാഗം നമുക്ക് കാണാം. വിലാപങ്ങളുടെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനം. വിലാപങ്ങളുടെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനം ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തികളും ആവർത്തിച്ച് പറയാൻ പറ്റുന്ന ഒരു വചനഭാഗമാണ്. ഒന്ന് വായിക്കാമോ? കർത്താവേ, ഞങ്ങൾക്ക് സംഭവിച്ചതെന്തെന്ന് ഓർക്കണമേ, ഞങ്ങൾക്ക് നേരിട്ട അപമാനം അവിടുന്ന് കാണണമേ. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളുടെ നടുവിലും നമ്മൾ അപമാനിക്കപ്പെടുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്യായമായിട്ട് സഹിക്കേണ്ടി വരുന്ന സമയത്ത് ഈ പ്രാർത്ഥന നമ്മൾ ആവർത്തിച്ചാൽ നല്ലതാണ്. കർത്താവേ, ഞങ്ങൾക്ക് സംഭവിച്ചതെന്ന് ഓർക്കണമേ, ഞങ്ങൾക്ക് നേരിട്ട അപമാനം അവിടുന്ന് കാണണമേ. ഇങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് നമ്മുടെ അപമാനത്തിൻ്റെ നിമിഷങ്ങളെ അവിടുന്ന് നീക്കി നമ്മളെ അനുഗ്രഹത്തിൻ്റെ വഴിയിലേക്ക് നയിക്കുന്ന ഒരു ദൈവമാണെന്ന് ബൈബിൾ പലപ്പോഴും നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അല്പം വചനഭാഗത്തിലേക്ക് പ്രവേശിക്കാം. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ പൂർവ്വപിതാവായ അബ്രാഹാം ദൈവത്തോടേറെ ചേർന്ന് നിന്നൊരു വ്യക്തിയാണ്, അല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബ്രാഹത്തിൻ്റെ ജീവിതം എത്രയോ നമ്മൾ ആവർത്തിച്ച് എത്രയോ തവണ നമ്മൾ ധ്യാനിച്ചിട്ടുള്ളൊരു വിഷയമാണ്. അബ്രാഹത്തിൻ്റെ വിശ്വാസം, അബ്രാഹത്തിൻ്റെ ധീരത, കണ്ണു അടച്ച് ദൈവത്തിലുള്ള ആശ്രയബോധം, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കൈമുതലായിരുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു സങ്കടം ഉണ്ടായിരുന്നു, ദുഃഖം ഉണ്ടായിരുന്നു. കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയായ സാറായിക്ക് കുഞ്ഞുണ്ടാകുന്നില്ല എന്ന ഒരു വേദന. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ചിന്തിച്ച് നോക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇത് സത്യമല്ലേ? ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവത്തിന് വേണ്ടി ഒത്തിരിയേറെ അത്യധ്വാനം ചെയ്യുന്ന പലരുടെയും ജീവിതത്തിൽ ലോകം നോക്കുമ്പോൾ ചില തടസ്സങ്ങൾ വന്ന് കിടക്കുന്നു. അവരുടെ ജീവിതത്തിൽ വേണ്ട രീതിയിലുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കാത്ത ഒരവസ്ഥ ഇവിടെ ഇരിക്കുന്ന പലരുടെയും ജീവിതത്തിലുണ്ടാവാം. ഇപ്രകാരം ഒരവസ്ഥയിലൂടെ അബ്രാഹാം കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: മക്കളില്ലാത്തത് ഒരു ശാപമാണെന്നും അത് വലിയ പാപത്തിൻ്റെ പരിണിത ഫലമാണെന്നും കരുതി ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിൽ എല്ലാം ഉണ്ടായിട്ടും എല്ലാവരുടെയും മുമ്പിൽ അവഹേളിതനായി അപമാനിതനായി ഇരിക്കേണ്ടി വരുന്ന അബ്രാഹാം ദൈവത്തോട് ചേർന്ന് നടക്കുകയും ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിക്കുകയും ചെയ്യുന്ന അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു അപമാന ഭാരമാണ് അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാറ എത്രമാത്രം വിഷമം അനുഭവിച്ചിട്ടുണ്ടാവും. ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിച്ചിട്ട് ദൈവം ഒരു കുഞ്ഞിനെ തരുന്നില്ലല്ലോ എന്നുള്ള വേദന അവരുടെ ജീവിതത്തിലുണ്ടാവാം. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എന്തായി? ഈ സാറയുടെ വിശ്വാസം ചെറിയ മങ്ങലൊക്കെ കേൾക്കാൻ തുടങ്ങി. പ്രായം കുറേ ആയി, ഇനിയിപ്പോൾ ഒരു കുഞ്ഞിനെ കിട്ടാനുള്ള സാധ്യതകളൊന്നുമില്ല. ആഫ്റ്റർ ഓൾ ഞാനൊരു പെണ്ണല്ലേ, ഒരു പെണ്ണെന്ന നിലയിൽ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ എല്ലാം തീർന്നു.
അതുകൊണ്ട് ഇനി ദൈവത്തിൽ നിന്ന് ആശ്രയിച്ചിടൊന്നും കാര്യമില്ല എന്നുള്ള ചിന്ത, മാനുഷികമായ ബുദ്ധി അവിടെ തലേ കയറി. അവൾ എന്ത് ചെയ്യുകയാണ്? അവൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അബ്രാഹത്തോട് പറയുകയാണ്, അബ്രാഹം, അതാ എനിക്ക് കുഞ്ഞുണ്ടാകാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞുപോയി, ഇനിയിപ്പോൾ ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് നീ ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഒരു ദാസിയായ ഹാഗാറിനെ നീ ഭാര്യയായിട്ട് സ്വീകരിക്കുക, എന്നിട്ട് അവളിൽ ഒരു കുഞ്ഞുണ്ടാകട്ടെ, അങ്ങനെ നിൻ്റെ സന്താനം പരമ്പര അല്ലെങ്കിൽ ഈ സന്താനം നിലനിൽക്കട്ടെ. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സാറായുടെ സമ്മതത്തോടുകൂടി മനസ്സില്ലാ മനസ്സോടെ ഇവൻ ഈ ഹാഗാറിനെ തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയും അങ്ങനെ അവർക്ക് ഒരു കുഞ്ഞുണ്ടാവുകയും ചെയ്യുന്നു. ആ കുഞ്ഞിൻ്റെ പേരാണ്, പേര് പറ, ഇസ്മായിൽ. വെരി ഗുഡ്, ഇസ്മായിൽ എന്ന കുഞ്ഞ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതി ഇങ്ങനെയാണ് കാണുന്നത്. ഇവരുടെ ജീവിതത്തിൽ ഈ കുഞ്ഞ് ജനിച്ച സമയം മുതൽ പിന്നീട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ദാസിയായ ഹാഗാറിൻ്റെ ജീവിതത്തിൽ വല്ലാത്തൊരു മാറ്റം. കാരണം തൻ്റെ യജമാനത്തിക്ക് കുഞ്ഞുങ്ങളില്ല, തനിക്ക് കുഞ്ഞുങ്ങളായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ യജമാനത്തിയെ അവൾ പുച്ഛിക്കാൻ തുടങ്ങി. പണ്ടുണ്ടായിരുന്ന സംസാര രീതിയൊന്നും അല്ല, പറയുമ്പോൾ ഒരു വല്ലാത്ത പുച്ഛത്തോടുകൂടി, നിന്നെ ഒന്നിനും കൊള്ളാത്തവളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ യജമാനത്തിയുടെ അവൾ അധിക്ഷേപിക്കാൻ തുടങ്ങിയെന്നാണ് ബൈബിൾ പറയുക. ഇതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ഇങ്ങനെയാണ്, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉൽപ്പത്തി പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, ഉൽപ്പത്തി ബുക്ക് ഓഫ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 17-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അടുത്ത വചനം പറയുന്നത് ഇങ്ങനെയാണ്. ഉൽപ്പത്തി 17-ാം അധ്യായം വചനം പറയുന്നത് ഇങ്ങനെയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ഇങ്ങനെയാണ്. ഉൽപ്പത്തി 21-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്. അവിടെ ദൈവമായ കർത്താവ്, അതിൻ്റെ 6-7 വാക്യങ്ങൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാണ്, സാറ പറഞ്ഞു, എനിക്ക് സന്തോഷിക്കാൻ ദൈവം വക നൽകിയിരിക്കുന്നു, ഇത് കേൾക്കുന്നവരൊക്കെ എന്നെ ചൊല്ലി ചിരിക്കും. അവൾ തുടർന്നു, സാറാ മുലയിട്ടുമെന്ന് ആരെങ്കിലും അബ്രാഹത്തോട് പറയുമായിരുന്നോ? എന്നിട്ടും അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യത്തിൽ വയസ്സുകാലത്ത് ഞാൻ അദ്ദേഹത്തിന് ഒരു മകനെ നൽകിയിരിക്കുന്നു. ഈ പറയുന്ന ഹാഗാറിൻ്റെ പുച്ഛഭാവത്തിലുള്ള സംസാരവും പെരുമാറ്റവും കണ്ട് സഹിച്ച് അവൾ ആകപ്പാടെ മടുത്ത് തമ്പുരാൻ്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തുമ്പോൾ ദൈവമായ കർത്താവ് പറയുകയാണ്, ദൈവം അബ്രാഹത്തോട് അരുളി ചെയ്തു, നിൻ്റെ ഭാര്യ സാറായി, ഇനിമേൽ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേര് സാറ എന്നായിരിക്കും. ഞാൻ അവളെ അനുഗ്രഹിക്കും, അവളിൽ നിന്ന് ഞാനൊരു പുത്രനെ നിനക്ക് നൽകും, അവളെ ഞാൻ അനുഗ്രഹിക്കും, അവൾ ജനതകളുടെ മാതാവാകും, അവളിൽ നിന്ന് ജനിക്കുന്ന ജനതകളെ രാജാക്കന്മാർ ഉത്ഭവിക്കും. അപ്പോൾ അബ്രാഹാം കമിഴ്ന്ന് ചിരിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്തു. കർത്താവ്, ഇത് സാധ്യമാണോ? അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹാഗാറിൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു കുഞ്ഞിനെ കൊടുത്തപ്പോൾ ആ കുഞ്ഞ് വന്നത് മുതൽ യജമാനത്തെ അപമാനിക്കാൻ തുടങ്ങിയ അവരുടെ ജീവിതത്തിൽ പിന്നീട് നമ്മൾ കാണുന്നത്, ദൈവം സാറായുടെ അപമാന ഭാരം എടുത്തു മാറ്റി അവളെ അനുഗ്രഹിക്കുന്നതാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, മറ്റൊരു സംഭവം ബൈബിൾ കാണുന്നത് യാക്കോബിൻ്റെ ജീവിതത്തിലാണ്. യാക്കോബിൻ്റെ ഭാര്യ, നമുക്കറിയാം, അബ്രാഹത്തിൻ്റെ മക്കളിൽ നിന്ന് വന്ന യാക്കോബിൻ്റെ ജീവിതത്തിൽ യാക്കോബിന് 2 ഭാര്യമാരുണ്ടായിരുന്നു, ഇല്ലേ? 2 ഭാര്യമാരുണ്ട്. ഒന്ന് റാഹേൽ എന്ന് പറയുന്ന ഒരാളും മറ്റൊന്ന് ലയ എന്ന് പറയുന്ന ആളും. 2 പേരും സാറായുടെ ആങ്ങളയായ ലാബാൻ്റെ പെൺകുട്ടികളാണ്. അപ്പോൾ ശരിക്കും നമുക്കറിയാം, നിങ്ങൾ ബൈബിളൊക്കെ ഒത്തിരി വായിച്ചിട്ടുള്ളവരാണ്, ഞാൻ ആ കഥ നീട്ടി കൊണ്ടുപോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, അവിടെ ആദ്യം യാക്കോബ് അവിടെ ചെല്ലുന്നു ലാബാൻ്റെ വീട്ടിൽ. അവന് റാഹേൽ എന്ന് പറയുന്ന അവൻ്റെ ഇളയ പെൺകുട്ടിയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. കാരണം അവൾ സുന്ദരിയാണ്, കാണാൻ മിടുക്കിയാണ്, എല്ലാം ചുറുചുറുക്കോടെ കാര്യങ്ങൾ ചെയ്യുന്നവളാണ്. എന്നാൽ അവളുടെ മൂത്തവൾ ലയ എന്ന് പറയുന്ന കുട്ടി, അവൾ അല്പം വിരൂപയാണ്, കണ്ടാൽ വലിയ കളറൊന്നുമില്ല, അത്ര വലിയ ഒരു ആക്റ്റീവായിട്ടുള്ള ആളല്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഇവൻ ഇഷ്ടം തോന്നിയത് ഈ റാഹേലിനോടാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, റാഹേലിനെ കുറിച്ച് അമ്മാവനോട് അമ്മാവ് പറഞ്ഞു, കുഴപ്പമില്ല, 7 വർഷം നീ എനിക്ക് വേണ്ടി ജോലി ചെയ്താൽ ഈ പെണ്ണിനെ കെട്ടിച്ച് തന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 7 വർഷം ജോലി ചെയ്തു. പക്ഷേ പിന്നീട് സംഭവിച്ചത് വലിയൊരു ചതിയാണ്. കാരണം കല്യാണത്തിൻ്റെ രാത്രിയിൽ ഈ ലാബാൻ എന്ത് ചെയ്തു? ആളെ മാറ്റി അനിയത്തിക്ക് പകരം ചേട്ടത്തിയെ കെട്ടിച്ചു കൊടുത്ത്. പറഞ്ഞേ ഹല്ലേലൂയ. എന്നാൽ വീണ്ടും
യാക്കോബ് അപമാനം സഹിച്ച് അവിടെ നിൽക്കുന്നു. തൻ്റെ ഇളയ സഹോദരിക്ക് അല്ലെങ്കിൽ ഭാര്യയെ കിട്ടാൻ വേണ്ടി റാഹേലിന് വീണ്ടും 7 വർഷം അവിടെ താമസിക്കുകയാണ്. അങ്ങനെ താമസിച്ച് ഇവളെയും കൂടെ വിവാഹം കഴിക്കുന്നു. പക്ഷേ ഇവിടെ ഈ വിരൂപയായ ലേയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ ഒത്തിരിയേറെ സഹനങ്ങൾ കടന്നു വന്നു. കാരണം ഈ റാഹേലിന് കല്യാണം കഴിച്ചതിന് ശേഷം യാക്കോബിന് ഇഷ്ടം കൂടുതൽ ഇവൻ റാഹേലിനോടാണ്. അതിങ്ങോട്ടൊന്നും വരാറില്ല. ഇവളോട് ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ എന്തായി, ദൈവം റാഹേലിൻ്റെ കണ്ണീരിന് ഉത്തരം കൊടുക്കുക, ലേയുടെ കണ്ണീരിന് ഉത്തരം കൊടുക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിൽ അതിന് 29-ാം അധ്യായം 31-ാം വാക്യം, ലേയ അവഗണിക്കപ്പെടുന്നതായി കർത്താവ് കണ്ടു, അവിടുന്ന് അവൾക്ക് ഗർഭധാരണ ശക്തി നൽകി. റാഹേലാകട്ടെ വന്ധ്യയായിരുന്നു. നോക്കിക്കേ, ഈ ഒരു സങ്കടം വേറെ ആരും കാണുന്നില്ല. പക്ഷേ ഈ ലേയ സങ്കടപ്പെടുന്നത്, അവൾ അപമാനിക്കപ്പെടുന്നത്, അവൾ തിരസ്കരിക്കപ്പെടുന്ന കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം എന്ത് ചെയ്യുന്നത്, ആ ദൈവം സുന്ദരിയായ റാഹേലിന് ഒരുപക്ഷെ കുഞ്ഞുങ്ങളെ കൊടുക്കാൻ വിസമ്മതിച്ചിട്ട് ആ വിരൂപ എന്ന് എഴുതി തള്ളപ്പെട്ട ആ ലേയയ്ക്ക് കുഞ്ഞിനെ കൊടുക്കുകയാണ്. ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് പ്രിയപ്പെട്ടവരെ. ദൈവം അറിയാതൊന്നും സംഭവിക്കുന്നില്ല. ദൈവത്തിനറിയാം ഈ ലേയ എന്ന് പറയുന്ന പെൺകുട്ടി അവളുടേതല്ലാത്ത കുറ്റത്തിന് വേണ്ടിയിട്ടാണ് അപമാനിക്കപ്പെടുന്നത്. ഇന്ന് നോക്കിയേ, പലപ്പോഴും നമ്മൾ അപമാനിതരാകുന്നത് നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടിയിട്ടല്ലേ. എത്രയോ കുടുംബങ്ങൾ എനിക്കറിയാം. ചില ചേച്ചിമാർ, അച്ഛാ വീട്ടിൽ കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ പേരിൽ ഭർത്താക്കന്മാരുടെ വീട്ടുകാർക്കൊക്കെ ഭയങ്കര വിഷമാണ് അച്ഛാ, നാട്ടുകാർ കളിയാക്കുന്ന അച്ഛാ, നീ ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് എവിടെ പോയി, നിൻ്റെ ദൈവം എവിടെയെന്നൊക്കെ ചോദിച്ച് ഞങ്ങളെ ഒത്തിരി കളിയാക്കുകയാണ് അച്ഛാ, ഭയങ്കര അപമാന ഭാരമാണ് അച്ഛാ എന്നൊക്കെ പറയുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പോലും അറിയാത്ത കാര്യത്തിൻ്റെ പേര് ചിലപ്പം അപമാനിക്കപ്പെടേണ്ട നിമിഷങ്ങളിൽ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം, നമ്മൾ ദൈവത്തിന് നേരെ മുഖം ഉയർത്തണം. കർത്താവേ, എൻ്റെ അപമാനം എനിക്ക് സംഭവിച്ചാണ് നീ അറിയണമേ, എൻ്റെ അപമാനം നീ നീക്കി കളയണമേ കർത്താവേ എന്ന് പറഞ്ഞ് ലയ പ്രാർത്ഥിച്ചതുപോലെ ദൈവസന്നിധി ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചാൽ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ അപമാന മേഖലകളെ എടുത്തു മാറ്റും എന്നാണ് ബൈബിൾ വെളിപ്പെടുത്തുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷം. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഒരു 3 തവണ ഹല്ലേലൂയ പറ. അപ്പോൾ പിന്നെ പ്രശ്നമായി. അത്രയും നാൾ റാഹേലിന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തോട് വലിയ പ്രാർത്ഥിക്കാൻ തോന്നിയിരുന്നത്. കാര്യം ഭർത്താവിന് സ്നേഹം മുഴുവൻ കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ചേടത്തി ഗർഭിണിയായി അവൾക്ക് കുഞ്ഞില്ലാതെ വന്ന സമയത്ത് അവളെന്ത് ചെയ്തു, അവൾ തമ്പുരാൻ്റെ സന്നിധിയിൽ നെഞ്ചുപൊട്ടി ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 30-ാം അധ്യായത്തിൽ 22-ാമത്തെ വചനത്തിൽ ദൈവമായ കർത്താവ് പറയുകയാണ്, ദൈവം റാഹേലിനെ സ്മരിച്ചു, അവിടുന്ന് അവളുടെ പ്രാർത്ഥന കേൾക്കുകയും അവളുടെ വന്ധ്യത്വം അവസാനിപ്പിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആത്മീയ സത്യം ഇതാണ്. ചിലപ്പോൾ നമ്മുടെ പ്ലാനുകളും പദ്ധതികളും അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്നൊരു ഘട്ടം വന്നെന്നിരിക്കാം. ഒരുപക്ഷെ നമ്മളെക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞ വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടുന്നത് കണ്ടെന്നിരിക്കാം. പ്രാർത്ഥിക്കാത്ത എത്രയോ പേര് നിങ്ങളെക്കാൾ കൂടുതൽ അനുഗ്രഹങ്ങൾ ഒരുപക്ഷെ ലോകദൃഷ്ട്യാ പ്രാപിക്കുന്നുണ്ടാവാം. പക്ഷേ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാണ്, നിൻ്റെ മനസ്സ് പതറരുത്, നിൻ്റെ മനസ്സ് പതറരുത്. തൻ്റെ ജ്യേഷ്ഠത്തിക്ക് കുഞ്ഞുങ്ങളുണ്ടായപ്പോൾ ഒത്തിരിയേറെ കണ്ണുനീരോടുകൂടി ദൈവസന്നിധിയിൽ അവൾ പ്രാർത്ഥിച്ചപ്പം ദൈവം അവളുടെ ജീവിതത്തിലും കുഞ്ഞുങ്ങളെ കൊടുക്കുകയാണ്. അപ്പോൾ ദൈവത്തിനൊരു സമയമുണ്ട് എന്നും ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്നും നാം മനസ്സിലാക്കി അതിനുവേണ്ടി നാം കാത്തിരിക്കുമ്പോൾ ദൈവം അനുഗ്രഹം ചൊരിയും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷമേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ബൈബിളിലോട്ട് നമ്മൾ കടന്നു വരുമ്പോൾ ഒട്ടനവധി വ്യക്തികളുടെ ജീവിതങ്ങളിൽ അപമാന ഭാരം എടുത്തു മാറ്റി ദൈവം അവരെ അഭിമാനത്തിൻ്റെ അവസ്ഥയിലേക്ക് ഉയർത്തുന്ന ദൈവത്തെ കാണുന്നുണ്ട്. വീണ്ടും ഉൽപ്പത്തി പുസ്തകത്തിൽ മറ്റൊരു ഉദാഹരണം പറയാനാണെങ്കിൽ, പൂർവ്വപിതാവായ ജോസഫ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് ഇല്ലേ. ജോസഫ് എന്താ ചെയ്തത്? അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എങ്കിലും അവൻ്റെ മേൽ അസൂയ പൂണ്ട് അവൻ്റെ സഹോദരങ്ങൾ അവനെ കൊല്ലാൻ വേണ്ടി ആദ്യം ഒരു പൊട്ടക്കുഴിയിലോട്ട് വലിച്ചെറിയുന്നു, പൊട്ടക്കിണറിലേക്ക് വലിച്ചെറിയുന്നു. പിന്നീട് അവിടുന്ന് എടുത്ത് അവനെ ഈജിപ്തുകാർക്ക് വിൽക്കുകയാണ്. ഈജിപ്തുകാർക്ക് വിൽക്കപ്പെട്ട ആ മനുഷ്യൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്ന ഒരൊറ്റ കാരണത്താൽ അവൻ ചെയ്തു പോയ എല്ലാ സ്ഥലങ്ങളും അനുഗ്രഹം പ്രാപിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവൻ ഈജിപ്തിൽ വിൽക്കപ്പെട്ടത് ഫറവോയുടെ പൊത്തിഫറിൻ്റെ കാര്യസ്ഥനായ ഫറവോയുടെ കാര്യസ്ഥനായ പൊത്തിഫറിൻ്റെ വീട്ടിലേക്കാണ് അവൻ അയക്കപ്പെടുക. അവിടെ ചെന്നപ്പോൾ അവനെ എല്ലാ കാര്യങ്ങളിലും പ്രിയപ്പെട്ടവരെ അവന് മിടുക്കനായി ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവൻ എല്ലാ കാര്യങ്ങളിലും ഈ പൊത്തിഫർ എന്ന് പറയുന്ന മനുഷ്യൻ അവന് അധികാരം കൊടുക്കുകയാണ്. അങ്ങനെ ആ കുടുംബത്തിൽ സർവ്വ അധികാരങ്ങളും കൈയാളുന്നൊരു വ്യക്തിയായിട്ട് ഈ അപമാനിക്കപ്പെട്ട ഈ ജോസഫ് മാറി.
പക്ഷെ അതുകൊണ്ട് അവൻ്റെ ജീവിതം അവസാനിച്ചില്ല. അവൻ്റെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ വരാൻ കിടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ സംഭവിച്ചത്? അവൻ അവിടെ ആയിരുന്നപ്പോൾ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കഥയാണ്, ഞാൻ അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, പൊത്തിഫറിൻ്റെ ഭാര്യ, അവൾക്ക് സുന്ദരനും സുമുഖനും ആരോഗ്യദൃഢഗാത്രനുമായ ഈ ജോസഫിനെ കണ്ടപ്പോൾ അവരുടെ ഉള്ളിൽ വേണ്ടാത്തൊരു ചിന്ത ഉയർന്നു. അവനുമായിട്ട് പാപം ചെയ്യാനുള്ള പ്രേരണ അവരുടെ മനസ്സിലുണ്ടാവുകയാണ്. അങ്ങനെ പലതവണ പാപം ചെയ്യാൻ വേണ്ടി അവനോട് പ്രേരണ കൊടുക്കുമ്പോഴും, ഇല്ല, എൻ്റെ ദൈവത്തിൻ്റെ എനിക്ക് പാപം ചെയ്യാൻ പാടില്ല, അത് വലിയ തിന്മയാണ് എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ അതിൽ നിന്ന് ഓടി മാറുകയാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉൽപ്പത്തി പുസ്തകത്തിൽ അതിൻ്റെ 39-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്ന വലിയൊരു ചതിയാണ് അവിടെ കാണുന്നത്. എന്താ ചതി എന്നറിയാമോ? പലതവണ ഇവൻ്റെ കൂടെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ട് സമ്മതിക്കാത്ത ആ അവസ്ഥയിൽ ഒരു ദിവസം ഇവൻ ആ ഇടനാഴിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് എവിടെയോ പതുങ്ങി നിൽക്കുന്ന ഈ പെൺകുട്ടി അവനെ കയറി പിടിക്കുകയാണ്. അവനെ കയറി പിടിച്ചപ്പോൾ തെറ്റ് തിരിച്ചറിഞ്ഞ ഒരു വലിയ ചതിയാണെന്ന് മനസ്സിലാക്കി അവൻ ഉടനെ തന്നെ അവൻ്റെ പുറങ്കുപ്പായം വലിച്ചെറിഞ്ഞ് ഓടി രക്ഷപ്പെട്ടുവെന്ന് ബൈബിൾ വെളിപ്പെടുത്തുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ പെൺകുട്ടി വിട്ടില്ല. ഇവൾക്കെതിരെ വലിയ ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. ഇവരിവിടുന്ന് ഓടി രക്ഷപ്പെട്ടെന്ന് കണ്ടപ്പോഴേക്കും ഇവൻ്റെ ഉടുപ്പുകളുടെ കയ്യിലുണ്ട്. അവളെല്ലാവരും വിളിച്ചു കൂട്ടി പറഞ്ഞു, ദേ നോക്ക്, ഒരു ഹെബ്രായ ബാലനെ നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ലേ, അവനിതാ എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നു, എന്നെ അപമാനിക്കാൻ ശ്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവനെതിരെ കുറ്റം ആരോപിച്ച് ഇവനെ തുറുങ്കലിൽ അടക്കുകയാണ്. നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 39-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. മേലങ്കി അവളുടെ കയ്യിൽ വിട്ടിട്ട് അവൻ ഓടി വീട്ടിൽ നിന്നും പുറത്തു വന്നു. ഉറക്കെ വായിച്ചോ. എന്താ വിളിച്ച് പറഞ്ഞത്? നമുക്ക് അപമാനം വരുത്താൻ ഇവനിതാ ഒരു ഹെബ്രായനെ കൊണ്ടുവന്നിരിക്കുന്നു, എന്നോടത് സഹിക്കാൻ അവൻ എന്നെ സമീപിച്ചു. വീണ്ടും, എന്നാൽ ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചു, എൻ്റെ നിലവിളി കേട്ടപ്പോൾ അവൻ പുറങ്കുപ്പായം എൻ്റെ അരികിലിട്ടിട്ട് ഓടി വീട്ടിൽ. എന്തൊരു നുണയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഈ മകളാണ് പാപം ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച് അവൻ്റെ അടുത്തേക്ക് ചെന്നത്. പക്ഷേ മനസ്സാ വാച കർമ്മണ അറിയാത്ത ഒരു കുറ്റം അവൻ്റെ മേൽ ആരോപിക്കപ്പെട്ടിട്ട് നിഷ്കളങ്കനായ ജോസഫ് കുറ്റവാളിയായി വിധിക്കപ്പെടുകയാണ്. തുടർന്ന് വായിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ അന്യായമായി അവൻ്റെ യജമാനൻ തിരിച്ചു വരോളം അവൾ ആ കുപ്പായം സൂക്ഷിച്ചു. അടുത്ത വചനം പറയുകയാണ്, അവരുടെ ഭർത്താവ് വന്നപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അവൻ അദ്ദേഹത്തെ ജയിലിൽ അടക്കുകയാണ്. പറ ഹല്ലേലൂയ. നോക്കിയേ, ഒരു തെറ്റും ചെയ്യാത്തൊരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അപമാന ഭാരമേൽക്കേണ്ടി വന്നു. ഒറ്റ ദിവസം കൊണ്ട് എല്ലാവരും വെറുക്കപ്പെട്ടവനായി മാറി. പ്രിയപ്പെട്ടവരെ, ആ ജോസഫ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ ദൈവത്തെ വീണ്ടും മുറുകെ പിടിച്ചു. എൻ്റെ ദൈവം അറിയാതെ ഞാൻ ഈ ജയിലിൽ വരാനിടയാവില്ല. പൊട്ടക്കടലിൽ എന്നെ സംരക്ഷിച്ച എൻ്റെ ദൈവം, അവനെ ഞാൻ സ്മരിക്കും, അവനെന്നെ ഒരിക്കലും കൈവിടുകയില്ല എന്നുള്ള ബോധ്യം അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. പിന്നീട് നമ്മൾ കാണുന്നത് പ്രിയപ്പെട്ടവരെ, ആ ജയിലിൽ കിടന്നുകൊണ്ട് ഫറവോയുടെ ഒരു സ്വപ്നം വ്യാഖ്യാനിക്കാൻ വേണ്ടി അവനെ വിളിച്ചു വരുത്തുകയും അതിനെ തുടർന്ന് ആ ദേശത്തിൻ്റെ അധിപതിയായി അവനെ മാറ്റുകയും അവൻ അവിടുത്തെ ഏറ്റവും വലിയ അഭിമാനിതനായ വ്യക്തിയായി തീരുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷമേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ട മക്കളെ, ഇങ്ങനെ ചിലപ്പോഴൊക്കെ നമ്മളെ തകർക്കാൻ വേണ്ടി ചില തിന്മയുടെ സ്വാധീനമുള്ള വ്യക്തികൾ പല വിധത്തിലുള്ള ദുരാരോപണങ്ങൾ നടത്തിയെന്നിരിക്കാം. നമ്മളപ്പോൾ പതറാൻ പാടില്ല. ഈ കഴിഞ്ഞ നാളിൽ നിങ്ങൾ വായിച്ചൊന്നും എനിക്കറിയാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ആന്ധ്രാപ്രദേശിൽ ഏലൂർ എന്ന് പറയുന്ന ഭാഗത്ത് ഉണ്ടായ ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. പക്ഷേ വാർത്തയിലൊക്കെ വായിച്ച് കേൾക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ സെൻറ്റ് ജോസഫ് കോൺവെൻറ്റ് എന്ന് പറയുന്ന ഒരു കോൺവെൻറ്റിൻ്റെ അടുത്തുള്ള ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന 18 വയസ്സുള്ള ഒരു പെൺകുട്ടി, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. എന്നിട്ട് ഈ ചോരക്കുഞ്ഞിനെ അവൾ എങ്ങോട്ടോ വലിച്ചെറിഞ്ഞു. ഒരു ചോരക്കുഞ്ഞിൻ്റെ ജഡം കണ്ട ആളുകൾ ഉടനെ തന്നെ പോലീസിൽ വിവരം അറിയിക്കുന്നു. പോലീസ് വന്ന് എല്ലാ അടുത്തുള്ളവരെല്ലാം പരിശോധിച്ച് എല്ലാ മൊഴികളെടുത്തപ്പോൾ ഈ കൃത്യം ചെയ്തത് അവിടെ ആ ഹോസ്റ്റലിൽ പഠിക്കുന്ന 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് എന്ന് തിരിച്ചറിയാനിടയായി. അപ്പോൾ ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തു. ചോദ്യങ്ങളായി, മൊഴിയെടുക്കലായി. ആ മൊഴിയെടുക്കലിൽ അവൾ പറഞ്ഞ ഒരു ഉത്തരം കേട്ടിട്ട് അവരെല്ലാവരും അല്ലെങ്കിൽ ഒരുപക്ഷെ ഞെട്ടിത്തിരിച്ചു പോയി. കാരണം ഈ കുഞ്ഞിൻ്റെ ആരാണ്, പിതാവ് ആരാണ് എന്ന ചോദ്യത്തിന്
അവൾ മറുപടി പറഞ്ഞത്, ഏതാനും മാസങ്ങൾക്കകം വൈദിക പട്ടം സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സന്യാസ സഭാ സമൂഹത്തിൽപ്പെട്ട ഒരു ഡീക്കനാണ് ഈ കുഞ്ഞിൻ്റെ പിതാവ് എന്നുള്ള വാർത്തയാണ് പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ 3 മാസങ്ങൾക്കുള്ളിൽ ഒരു പട്ടം നടക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു വച്ചിരിക്കുകയാണ്. ഇതറിഞ്ഞ് അവരുടെ മാതാപിതാക്കൾ തകർന്ന് തരിപ്പണമായി. ഈ മനുഷ്യൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തിൻ്റെ നിസ്സഹായാവസ്ഥ വിവരിച്ച് പറയാൻ വേണ്ടി പലപ്പോഴും ശ്രമിച്ചു. ആരും അദ്ദേഹത്തെ കേട്ടില്ല. അവസാനം പത്രമാധ്യമങ്ങൾ, അതുപോലെ തന്നെ TV ചാനലുകൾ അദ്ദേഹത്തെക്കുറിച്ചൊക്കെ വലിയ വലിയ വാർത്തകൾ, അച്ഛന്മാരെക്കുറിച്ച്, സിസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഒത്തിരിയേറെ വാർത്തകൾ പടച്ചുവിട്ടു. അതെന്തൊരു സ്റ്റൈലാണല്ലോ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ജയിലിൽ കിടക്കുന്ന ഈ മനുഷ്യനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ റെക്ടറച്ചൻ ചെല്ലാനിടയായി. റെക്ടറച്ചനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലെ കെട്ടിപ്പിടിച്ച് അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല. അച്ഛൻ എന്നെ എങ്ങനെ വേണമെങ്കിലും, അച്ഛൻ എൻ്റെ കൂടെ നിൽക്കാമെങ്കിൽ എനിക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി അച്ഛൻ നിൽക്കാമോ എന്ന് ചോദിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ ഇദ്ദേഹത്തിന് നിഷ്കളങ്കത മനസ്സിലായ റെക്ടറച്ചൻ അദ്ദേഹം വക്കീലിനെ കണ്ട്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു DNA ടെസ്റ്റിന് വേണ്ടി ഇത് വിടാൻ വേണ്ടി തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിച്ച് DNA ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ അതിൻ്റെ ആ കുഞ്ഞിൻ്റെ ഉത്തരവാദി ഈ ഡീക്കനല്ല എന്ന് തെളിയിക്കപ്പെടുകയാണ്. പിന്നീട് ഈ പെൺകുട്ടിയെ തുടർന്ന് വീണ്ടും ചോദ്യം ചെയ്യലിനിടയിലാണ് അവൾ ഒരു കാര്യം പറഞ്ഞത്. അതായത്, ഈ ഡീക്കൻ എല്ലാ ആഴ്ചകളിലും അവിടെ ഡയക്കണേറ്റ് മിനിസ്ട്രിക്ക് അവിടെ ചെല്ലുമായിരുന്നു അത്രേ. അവളങ്ങനെ വേദപാഠം പഠിക്കാൻ വേണ്ടി ഇവളെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, മിണ്ടിയിട്ടുണ്ട്. എന്നാൽ ഒരു അവധിക്കാലത്ത് കർണൂൽ എന്ന സ്ഥലത്താണ് ഇവളുടെ വീട്. അവൾ അവധിക്ക് പോയപ്പോൾ ഇവിടെ ഒരു ആൺ സുഹൃത്തുമായിട്ടുണ്ടായുള്ള ബന്ധത്തിലാണ് ഈ കുഞ്ഞുണ്ടായത് എന്നുള്ള സത്യം അവിടെ തെളിയിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അപമാന ഭാരത്താൽ തലകുനിഞ്ഞ് നടക്കേണ്ടി വന്ന ആ അച്ഛൻ്റെ ജീവിതത്തിൽ, പ്രിയപ്പെട്ട ആ ഡീക്കൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായി ഇടപെട്ട് ആ മകൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തി അവൻ്റെ അഭിമാനത്തിലേക്ക് അവനെ മാറ്റുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ചിന്തിക്കണം, ഇന്ന് ആരെക്കുറിച്ചൊക്കെ വിധി പ്രഖ്യാപിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങളിത് ഓർത്ത് നോക്കിക്കേ, നമ്മുടെ ചുറ്റുമുള്ള മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ മലയാളം ചാനലുകളിലൊക്കെ വരുന്ന വാർത്തകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഈ വാർത്തകളിലൊക്കെ പിന്നിൽ എന്താ ഉള്ളത്? പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു വൈദികനോ ഒരു സമർപ്പിതനോ ഒരു സമർപ്പിതയ്ക്കോ ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ അന്തിച്ചർച്ചകളിൽ കൊണ്ടുവന്ന് ആഘോഷമാക്കുന്ന ഒരു വലിയ ഒരു വല്ലാത്തൊരു സംസ്കാരത്തിലേക്കാണ് കേരളം മാറിക്കൊണ്ടിരിക്കുന്നത്. അതും ഒരു ക്രൈസ്തവ പുരോഹിതനെതിരെ, ഒരു ക്രൈസ്തവ സമർപ്പിതയ്ക്കെതിരെ, ഒരു സിസ്റ്ററിനെതിരെ ഒരു പരാതിയോ ഒരു ആരോപണമോ ഉണ്ടായാൽ, പ്രിയപ്പെട്ട മക്കളെ, അതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി ആരും കാത്തു നിൽക്കുന്നില്ല. മറിച്ച് അന്തിച്ചർച്ചകളിൽ പ്രിയപ്പെട്ടവരെ അവരുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി എന്താ ചെയ്തതെന്നറിയാമോ? അവർ ഇതുപോലെയുള്ള സഭയിൽ നടന്നിരുന്ന കുറച്ച് നാമമാത്ര ക്രിസ്ത്യാനികളെ കുറച്ചുപേരെ കൊണ്ടുവന്ന് ചൂടുള്ള ചർച്ചകൾ നടത്തി അവസാനം പ്രിയപ്പെട്ടവരെ ആ വ്യക്തിയെ കുറ്റാരോപിതനാക്കി മുദ്ര ചെയ്ത് അവിടെ തന്നെ വെച്ച് അവർ വിധി നടപ്പാക്കുന്ന ഒരു വല്ലാത്ത ഒരു മോശ സംസ്കാരത്തിലൂടെയാണ് ഇന്ന് കേരളമൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണം പ്രിയപ്പെട്ട മക്കളെ, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, അച്ഛന്മാർക്ക് സിസ്റ്റേഴ്സിന് കുറ്റങ്ങളോ കുറവുകളോ ഇല്ലെന്നല്ല ഞാൻ പറയുക. ഉണ്ടാകും, അവർ മനുഷ്യരാണ്, ബലഹീനരാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഒരു തെറ്റ് തെളിയിക്കപ്പെടുവാൻ അതിൻ്റെ കോടതിയുണ്ട്, അതിൻ്റെ സാമൂഹ്യ വ്യവസ്ഥിതികളുണ്ട്, നീതിന്യായ വ്യവസ്ഥിതികളുണ്ട്. അതനുസരിച്ച് തീരുമാനമെടുക്കട്ടെ, അതനുസരിച്ച് കുറ്റം ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. അതിന് സഭ ഒരിക്കലും എതിര് നിൽക്കുന്നില്ല. പക്ഷേ ഇന്ന് സംഭവിക്കുന്നത്, കുറ്റാരോപിതനായ ഒരു വ്യക്തിയെ, വെറും കുറ്റാരോപിതനായ വ്യക്തിയെ സത്യാവസ്ഥ അറിയാതെ പ്രിയപ്പെട്ടവരെ ആ വ്യക്തികളെക്കുറിച്ചുള്ള വിധി പ്രഖ്യാപിക്കുന്ന, അവരെ വിമർശിച്ച് അവരുടെ അഭിമാനത്തെ പ്രിയപ്പെട്ട താഴ്ത്തിക്കെട്ടുന്ന ഒരു പ്രവർത്തന ശൈലിയിലേക്ക് ഇന്ന് മാധ്യമ സംസ്കാരം പ്രത്യേകിച്ചും കേരളത്തിൽ നീങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വളരെ ശോചനീയമാണ്. ഞാനതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ഒരൊറ്റ കാര്യവും അഭ്യർത്ഥിക്കാനുള്ളതാണ്. പൊന്നുമക്കളെ, നിങ്ങളൊക്കെ യേശുവിൽ വിശ്വസിക്കുന്നവരാണ്, സഭയെ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരു വാട്സപ്പിലോ അല്ലെങ്കിൽ ഒരു മറ്റേതെങ്കിലും മാധ്യമത്തിലൂടെ ഒരു അച്ഛനെക്കുറിച്ചോ ഒരു സിസ്റ്ററിനെക്കുറിച്ചോ ഒരു ഏതെങ്കിലും ഇങ്ങനെ സഭയെ വേദനിപ്പിക്കുന്ന ചില പ്രവൃത്തികളോ ചില മെസ്സേജുകളോ വന്നാൽ ദൈവത്തെ ഓർത്ത് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് പ്രിയപ്പെട്ടവരെ, അത് ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു 2 മിനിറ്റ് ചിന്തിക്കണം. ഞാൻ ഈ ഫോർവേഡ് ചെയ്യുന്ന ഈ മെസ്സേജ് ഇത് വായിക്കുക വഴി ഏതെങ്കിലും ഒരു വ്യക്തിക്ക് യേശുവിനോട് ദേഷ്യം തോന്നാനോ
സഭയോടും സമർപ്പിതരോടും ഒരകൽച്ച തോന്നാനോ കാരണമാകുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു തിന്മയാണതെന്ന് ഓർക്കണം. പ്രിയപ്പെട്ട മക്കളെ, ഞാനതാ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല അനുഭവങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും, അച്ഛന്മാർ കുറ്റങ്ങൾ. പക്ഷേ നീതിന്യായ കോടതിയാണ് നമുക്ക് ഈ ലോകത്തിലുള്ള പരമോന്നത കോടതി. അത് വെളിപ്പെട്ടിട്ട് ഇനി അതിലും ചിലപ്പോൾ ശരിയോ തെറ്റോ ഉണ്ടായെന്നിരിക്കാം. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എങ്കിലും അതിനു മുന്നേ ഈ സന്യാസ സമൂഹത്തെയും വൈദികരെയും സമർപ്പിതരെയും താറടിച്ച് പൗരോഹിത്യത്തെ തകർക്കാൻ സാത്താൻ ഒരുക്കുന്ന ഒരു വലിയ കെണിയുടെ ഭാഗമായി നിങ്ങൾ മാറരുത് എന്ന് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുണ്ട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു സന്ദേശമാണ്. പ്രത്യേകിച്ച് ഇന്ന് മാധ്യമങ്ങളിലൂടെ ഒട്ടനവധി തിന്മകൾ കയറിക്കൂടുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ അപമാനിക്കാനും അവരെ വേദനിപ്പിക്കാനും അവരുടെ സൽപ്പേരിന് കളങ്കം വരുത്താനും എളുപ്പമാണ് മക്കളെ, എളുപ്പമാണ്. പക്ഷേ നിങ്ങൾ എത്ര ശ്രമിച്ചാലും അതൊരിക്കലും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഒരു തവണ സമൂഹത്തിൽ ആ വ്യക്തിയെക്കുറിച്ചൊരു മോശം അഭിപ്രായം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വ്യക്തി എത്രമാത്രം നന്മ ചെയ്ത വ്യക്തിയാണെങ്കിലും സത്യം പുറത്തു വന്നാൽ പോലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഉണ്ടായ ദുഷ്പേര് മാറാൻ സാധ്യത വളരെ വളരെ കുറവാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരുടെ ഇടപെടലുകളിൽ നമ്മൾ അവരുടെ അഭിമാനത്തെ കെടുത്തുന്ന, അവരെ അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളും പെരുമാറ്റങ്ങളും നമ്മുടെ ഭാഗത്തുണ്ടോ എങ്കിൽ വലിയൊരു തിന്മയാണ് നമ്മൾ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവർ, ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ സമ്പത്ത് അവരുടെ അഭിമാനമാണ്. അഭിമാനത്തെ പണയപ്പെടുത്തുന്ന, അപമാനത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയും ഒരിക്കലും സന്തോഷിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു വരും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ ഒരു കാര്യം, നമ്മളായിട്ട് മറ്റുള്ളവരെ അപമാനത്തിലേക്ക് തള്ളിയിടുകയില്ല എന്നുള്ള ഒരു തീരുമാനമെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത്രയും വർഷത്തെ എൻ്റെ ശുശ്രൂഷയ്ക്കിടയിൽ ഞാൻ ഒട്ടനവധി പേരെ കണ്ടിട്ടുണ്ട് അന്യായമായിട്ട് അപമാനം ഏൽക്കേണ്ടി വരുന്നവർ. ഒരു തെറ്റും ചെയ്തിട്ടില്ല, അറിഞ്ഞോ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന്, ഭാര്യയുടെ വീടിൻ്റെ ഭാഗത്തു നിന്ന്, ഇവിടുന്ന് ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു പക്ഷേ നന്മയുടെ കൂടെ നിന്നു എന്നതിൻ്റെ പേരിൽ, സത്യത്തിന് വില കൊടുത്തു എന്നതിൻ്റെ പേരിൽ പലരെയും അപമാനത്തിലേക്ക് തള്ളിയിടുന്ന ഒരു വലിയ ഒരു എന്താ പറയുക, ഒരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാമോ? വലതുകാര്യം വരുത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചേ. കർത്താവായ യേശുവേ, എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുക. രക്ഷിതാവായ യേശുവേ, ഞാൻ മൂലം ഏതെങ്കിലും വ്യക്തികളുടെ അന്തസ്സിന് കോട്ടം തട്ടുവാൻ ഇടയായിട്ടുണ്ടെങ്കിൽ ഈശോയെ ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇനിയുള്ള എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരെ അപമാനത്തിലേക്കും പരിഹാസത്തിലേക്കും തള്ളിയിടുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ ചെയ്യാതിരിക്കുവാൻ തക്ക വിധത്തിൽ ദൈവമേ അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ. എല്ലാവർക്കും ദൈവമക്കളാണെന്നുള്ള അഭിമാനത്തോടെ ജീവിക്കുവാനുള്ള കൃപ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന, പരിഹസിക്കുന്ന, അപമാനിച്ച് സംസാരിക്കുന്ന എല്ലാ അവസ്ഥകളിലേക്കും അവിടുന്ന് കടന്നു വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെടുത്ത് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, 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 സ്തുതി. ഗ്ലോറി, 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 ഗ്ലോറി. യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. വലതുകരം ഉയർത്തി ഒരു 3 എണ്ണം ഉറക്കെ ഹല്ലേലൂയ പറ. പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും നമ്മൾ കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു സംഭവം ബൈബിളിൽ വെളിപ്പെടുത്തുകയാണ്. നിങ്ങൾ ഇതിനകത്ത് മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലാണ്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ 13-ാം അധ്യായത്തിൽ പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തിയുടെ സംഭവം വിവരിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഒത്തിരിയേറെ ദുരാരോപണം ഏൽപ്പിക്കപ്പെട്ട് അപമാനത്തിലേക്ക് വീഴേണ്ടി വന്ന ഒരു സഹോദരി. അവളുടെ പേരാണ് സൂസന്ന. പേരെന്താണ്? മനോഹരമായ പേര്.
പേര് പോലെ തന്നെ അവളും സുന്ദരിയും ഒത്തിരിയേറെ നന്മയുള്ളവളുമായിരുന്നാണ് പറയുക. അതിനെക്കുറിച്ച് പറയുന്നത് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിലാണ്. നമുക്ക് നിർത്തി ഒന്ന് വായിക്കാം. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 13-ാം അധ്യായം 1 മുതലുള്ള തിരുവാക്യങ്ങൾ. യോവാക്കീം എന്നൊരുവൻ ബാബിലോണിൽ ജീവിച്ചിരുന്നു. അടുത്ത വചനം. ഹിൽക്കിയായുടെ മകളും അതീവ സുന്ദരിയും ദൈവഭക്തിയുമായ സൂസന്നയെ അവൻ വിവാഹം ചെയ്തു. വീണ്ടും നീതിനിഷ്ഠനായിരുന്നു. ഓക്കെ, മതി. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇവിടെ 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ആ പെൺകുട്ടി ദൈവഭക്തിയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ആ കുട്ടി എങ്ങനെയാണ് ദൈവഭക്തിയായിട്ട് മാറിയത്? വചനം പറയുകയാണ്, അവരുടെ മാതാപിതാക്കൾ കൊച്ചു പ്രായം തൊട്ട് തന്നെ എല്ലാ നിയമങ്ങളും നീതിഷ്ഠരായ മോശയുടെ നിയമങ്ങളനുസരിച്ച് അവർ മക്കളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാതാപിതാക്കൾ ചെയ്ത വലിയൊരു മാതൃകയാണ് അവരുടെ മക്കൾക്ക് വേണ്ട രീതിയിൽ ദൈവഭക്തിയിൽ പരിശീലനം കൊടുത്തു എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ എപ്പോഴും ആവർത്തിച്ച് പറയുന്നൊരു കാര്യം തന്നെ ഇതാണല്ലോ, ദൈവഭക്തിയിലുള്ള പരിശീലനം നമ്മുടെ മക്കൾക്ക് കൊടുത്തേ മതിയാകൂ. കാലഘട്ടം ഒത്തിരിയേറെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാണ്, സുഭാഷിതം 15:16, വലിയ സമ്പത്തും അതിനോടൊത്തുള്ള അനർത്ഥങ്ങളെക്കാൾ ഭേദം അല്പം കൊണ്ട് ദൈവഭക്തിയോടെ ജീവിക്കുന്നതാണ്. സുഭാഷിതം 15-ാം അധ്യായം 16-ാം തിരുവചനം വായിക്കാം. സുഭാഷിതം 15:16 വായിക്കുക. വലിയ സമ്പത്തും അതോടൊത്തുള്ള അനർത്ഥങ്ങളുമായി കഴിയുന്നേക്കാൾ മെച്ചം ദൈവഭക്തിയോടെ അല്പം കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ലോകത്തിൽ മക്കളെ ദൈവഭക്തി അഭ്യസിപ്പിക്കുക എന്നുള്ളതാണ് മാതാപിതാക്കൾ ഒരു വലിയ കടമ എന്നുള്ളത് ഈ തരുണത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് മറ്റൊരു വിഷയമാണ്, എങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ മെച്ചം അതായിരുന്നു. ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ നീതിനിഷ്ഠരായിരുന്നു. മോശയുടെ നിയമങ്ങളും ചട്ടങ്ങളും അവളെ പഠിപ്പിച്ചിരുന്നത് കൊണ്ട് അവൾ ദൈവഭക്തിയായിട്ട് വളർന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് നമ്മൾ കാണുന്നത്, ഈ പെൺകുട്ടിയെ കണ്ടപ്പോൾ, സുന്ദരിയായ ഈ പെൺകുട്ടിയെ കണ്ടപ്പോൾ ആ ദേശത്തുണ്ടായിരുന്ന അവരുടെ പ്രിയപ്പെട്ട 2 ശ്രേഷ്ഠന്മാർ, അവർ ജനങ്ങളെ ന്യായം വിധിക്കാൻ വേണ്ടി കടപ്പെട്ടവരാണ്. സുന്ദരിയായ ഈ പെൺകുട്ടിയെ കണ്ടപ്പോൾ മുതൽ ഈ പെൺകുട്ടിയോട് വല്ലാത്ത ഒരു അഭിനിവേശം അല്ലെങ്കിൽ വല്ലാത്ത തെറ്റായ ഒരു ചിന്ത തലയിൽ കയറുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് സംഭവിക്കുന്നത്? ഇദ്ദേഹത്തിൻ്റെ ഈ പെൺകുട്ടിയുടെ ഭർത്താവായ ജോവാക്കീം അറിയപ്പെടുന്ന അവിടുത്തെ ഒരു നല്ല പ്രമുഖനായ മനുഷ്യനായിരുന്നു. അവിടെ ഒത്തിരിയേറെ ആളുകൾ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ കാണാൻ വരും. അദ്ദേഹം വലിയ ആദരണീയനായ വ്യക്തിയാണ്. ഒത്തിരി കാര്യങ്ങളിൽ തീരുമാനമൊക്കെ എടുക്കുന്ന ആളാണ്. അപ്പോൾ അവിടെ വരുന്ന വഴിക്ക് ഈ പറയുന്ന 2 ശ്രേഷ്ഠന്മാരും അവരും അവിടെ വരാറുണ്ടായിരുന്നു. അപ്പോൾ അവർ പലതവണ വന്നപ്പം അവർ വരുന്നത് നോട്ടം മുഴുവൻ ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായ സൂസന്നയുടെ മേലാണ്. അങ്ങനെ 2 പേർക്കും ഇവളോട് വല്ലാത്തൊരു പ്രണയം, അല്ലെങ്കിൽ പ്രണയം എന്ന് പറയാൻ പറ്റില്ല, കാമം തോന്നുകയും അതിൻ്റെ പരിണിത ഫലമായി ഇവരെ ഒരു ദിവസം ഇവൾ ഒറ്റയ്ക്ക് ഉദ്യാനത്തിലായിരിക്കുന്ന സമയത്ത് അവളുടെ അടുത്ത് ചെന്ന് 2 പേരും കൂടി അവളോട് പറയുകയാണ്, അതായത് ഇതാ ഇവിടെ ഇപ്പോൾ ആരുമില്ല, ഞങ്ങളും നീ മാത്രമേ ഉള്ളൂ. നീ ഇപ്പോൾ ഞങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് പാപം ചെയ്യാൻ കൂട്ടുനിന്നില്ലെങ്കിൽ ഞങ്ങളിവിടുത്തെ ന്യായാധിപന്മാരാണ്, ഞങ്ങളിവിടുത്തെ ശ്രേഷ്ഠന്മാരാണ്. അതുകൊണ്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ആളുകളെ വിളിച്ചു കൂട്ടി നിന്നെ കുറ്റക്കാരിയായി വിധിക്കാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്. മാത്രമല്ല, നിനക്കറിയാം ഇങ്ങനെയുള്ള കുറ്റത്തിൻ്റെ ശിക്ഷ കല്ലെറിഞ്ഞ് കൊല്ലലാണ്. അതുകൊണ്ട് നീ അങ്ങനെ ഒരു പാപം ചെയ്യാൻ അല്ലെങ്കിൽ ഞങ്ങളോട് സഹകരിക്കുന്നില്ലെങ്കിൽ ഇപ്രകാരമുള്ളൊരു വിധിക്ക് നീ ഈടാകേണ്ടി വരുമെന്ന് പറഞ്ഞ് അവളെ പേടിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പെൺകുട്ടി ആകപ്പാടെ വിഷമിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വഴി അവരുടെ മനസ്സിൻ്റെ ഇംഗിതം എങ്ങനെയാണ് വായിക്കാം. സൂസന്ന നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, എല്ലാ തരത്തിലും ഞാൻ അകപ്പെട്ടു. ഞാൻ സമ്മതിച്ചാൽ അതെൻ്റെ മരണമാണ്. സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. എങ്കിലും കർത്താവിൻ്റെ മുൻപിൽ പാപം ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് വഴങ്ങാതെ നിങ്ങളുടെ പിടിയിൽപ്പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മകളുടെ മുമ്പിൽ 2 വഴികളേ ഉള്ളൂ. ഒന്ന്, വേണമെങ്കിൽ ആരും അറിയാതെ
അവരോടുകൂടെ പാപം ചെയ്യാൻ സഹകരിച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ പോകാം, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. മറ്റൊരു വിഷയം അല്ലെങ്കിൽ മറ്റൊരു വഴി എന്ന് പറയുന്നത് അവരോട് എതിർത്ത് പറഞ്ഞാൽ അവർ പറഞ്ഞതുപോലെ ചെയ്യും. ഇവളെ വ്യഭിചാരിണിയായി മുദ്ര ചെയ്യും, അവളെ കല്ലെറിഞ്ഞ് കൊല്ലും. അവൾ തീരുമാനിക്കുകയാണ്, ഞാൻ അവരുടെ അകപ്പെട്ടു പോയാൽ അതെൻ്റെ മരണമാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാവിൻ്റെ മരണമാണ്. ഈ ലോകം മുഴുവൻ നേടിയിട്ടും എൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എനിക്ക് എന്ത് പ്രയോജനം? മത്തായി 16:26. പ്രിയപ്പെട്ടവരെ, ആ മകളുടെ മനസ്സിൽ ഒരുപക്ഷെ പഴയ നിയമത്തിലെ വിശുദ്ധരായി ജീവിക്കേണ്ടതിന് ആവശ്യത്തെക്കുറിച്ച് വചനങ്ങൾ അവരുടെ ഹൃദയത്തിൽ വന്നിട്ടുണ്ടാവാം. അവൾ ആ വചനം മനസ്സിൽ ഓർത്തിട്ട് പറഞ്ഞു, ഏതായാലും എനിക്ക് അങ്ങനെ ഒരു മരണം ഞാൻ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ ആത്മാവിൻ്റെ മരണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവരൊരുപക്ഷെ എന്നെ കല്ലെറിഞ്ഞ് കൊല്ലാം, എങ്കിലും ശരി, ഞാൻ പാപം ചെയ്യുകയില്ല എന്നുള്ള ധീരമായൊരു തീരുമാനമെടുക്കാൻ അവൾക്ക് സാധിച്ചു. അതെന്തുകൊണ്ടാണ് പറ്റിയത്? അതാണ് നമ്മൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് മാതാപിതാക്കൾ നിങ്ങൾ മനസ്സിലാക്കണ, വൈ ഡിഡ് ഷീ ടേക്ക് സച്ച് എ സ്ട്രോങ് ഡിസിഷൻ? കാരണം മറ്റൊന്നുമല്ല, അവൾക്ക് ദൈവഭക്തി ഉണ്ടായിരുന്നു. മാതാപിതാക്കൾ മോശയുടെ നിയമങ്ങളും ചട്ടങ്ങളും പഠിപ്പിച്ചിരുന്നു. മരിയ ഗൊരേറ്റി എന്ന് പറയുന്ന കൊച്ചിനെ കുറിച്ച് കേട്ടിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? എങ്ങനെയാണ് ആ പെൺകുട്ടിക്ക് അലക്സാണ്ടർ എന്നൊരു കാബാലികന് മുമ്പിൽ പാപത്തേക്കാൾ മരണം എന്ന് പറഞ്ഞ് 11 വയസ്സും 6 മാസം പ്രായമുള്ള ആ കുഞ്ഞിന്, ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ ജീവിച്ച ആ കുഞ്ഞിന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിടിച്ചു നിൽക്കാൻ പറ്റിയത്? ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ മക്കളെ പോലെ ഇതേപോലെ ഒരു സാഹചര്യത്തിൽ പ്രിയപ്പെട്ടവരെ ഏത് നിമിഷം വേണ്ടി ആരോട് വേണം ഫ്രണ്ട്ഷിപ്പ് എടുത്താൻ പറ്റുന്ന ഒരു യൂറോപ്യൻ രാജ്യത്തിൽ വസിക്കുന്ന പെൺകുട്ടി, അവളോട് കൊച്ചു പ്രായത്തിൽ അമ്മ പറഞ്ഞിരുന്നു, മോളെ ഒറ്റ കാര്യമുള്ളൂ മോളെ, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ നീ പാപം ചെയ്ത് ഈ ലോകത്ത് ജീവിക്കുന്നത് ഈ അമ്മ കാണാൻ ആഗ്രഹിക്കുന്നില്ല, അതിനേക്കാൾ നീ മരിച്ചു വീഴുന്നതാണ് എനിക്കിഷ്ടം. ഈ അമ്മ ആവർത്തിച്ച് പറയുമായിരുന്നു പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവൾക്കൊരു 11 വയസ്സ് പ്രായമായപ്പോൾ ആ കുട്ടിയുടെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ വന്നിച്ച് പറഞ്ഞിയേ, നമുക്കൊന്ന് ഡേറ്റിങ്ങിനൊക്കെ പോകണ്ടേ, ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയോ? ഇഷ്ടംപോലെ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, നിനക്ക് ബാക്കിയുള്ളവർക്കെല്ലാം ഫ്രണ്ട്സുണ്ട്, വാ നമുക്ക് പോകാം, നമുക്ക് സ്നേഹിക്കാം, നമുക്കൊന്ന് പാപം ചെയ്യാം. അപ്പോൾ അവൾ പറഞ്ഞു, നോ, അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് തിന്മയാണ്. അവൾ ആര് പറഞ്ഞതൊക്കെ? ഇത് ഈ കാലഘട്ടം എങ്ങനെയാണ്? നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളെ നോക്കിക്കേ, നിൻ്റെ കൂട്ടുകാരികളെ നോക്കിക്കേ, ഈ കാലഘട്ടം അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് ഈ പാപം ചെയ്യാമെന്ന് അവളെ പലതവണ നിർബന്ധിച്ചു. അവൾ വഴങ്ങിയില്ല. അവസാനം അവളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ദേ ഒരു കാര്യം, ഞാൻ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ, എന്നോടുകൂടെ പാപം ചെയ്യാൻ കൂടിയില്ലെങ്കിൽ ഞാൻ നിന്നെ കഷ്ണമാക്കും. അവൾ പറഞ്ഞു, അലക്സാണ്ടർ, നീ എന്നെ കഷ്ണമാക്കിയാലും ഈ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം, ഈ ചങ്ക് പിടയ്ക്കുന്നത്തോളം കാലം ഞാൻ പാപം ചെയ്യില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു തവണ കടന്നു വന്നാൽ അവളെ 36 കുത്തുകുത്തിയാണ് ആ കുഞ്ഞിനെ, 11 വയസ്സും 6 മാസവും പ്രായമുള്ള കുഞ്ഞിനെ അവൻ നശിപ്പിച്ചത്. എങ്ങനെയാണ് ആ കുഞ്ഞിനെ പിടിച്ചു നിൽക്കാൻ പറ്റിയത്? അവരുടെ അമ്മ പഠിപ്പിച്ചു കൊടുത്ത ഒരു ദൈവഭക്തി. പാപത്തേക്കാൾ മരണമാണ് ഈ ലോകത്തിൽ എനിക്ക് നന്മയെന്ന് തിരിച്ചറിഞ്ഞ ആ അവസ്ഥ. ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന സുസന്ന, അവൾ തീരുമാനമെടുത്തു, നിങ്ങൾ എന്നെ കൊന്നാലും ശരി, ഞാൻ എൻ്റെ ഭർത്താവിനെ വഞ്ചിക്കില്ല, ഞാൻ അപ്രകാരം ഒരു പാപം ചെയ്യില്ല എന്ന് പറഞ്ഞ് അവരോട് സംസാരിക്കുകയാണ്. പിന്നീട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ വീണ്ടും നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ 13-ാം അധ്യായത്തിൽ പിന്നീട് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. അവരെ ഈ ന്യായാധിപന്മാർ ഇവിടെ കുറ്റക്കാരിയായിട്ട് വിധിക്കുന്നു. അവസാനം അവർ 2 കള്ളസാക്ഷികളെ കൊണ്ടിരുന്നു. എന്നിട്ട് തീരുമാനം എടുക്കുകയാണ്, ഇതാ ഇവൾ തെറ്റ് ചെയ്തു, കള്ളസാക്ഷികളുടെ മൊഴി അവൾക്ക് എതിരായിട്ട് വന്നു, അതുകൊണ്ട് തന്നെ അവരെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓർത്ത് നോക്കുക, ആദരണീയനായ ജോവാക്കീമിൻ്റെ ഭാര്യ, എല്ലാവരാലും ആദരിക്കപ്പെട്ടിരുന്നവൾ, അവളുടെ യജമാനത്തി ഇപ്രകാരം ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് അവരുടെ ദാസിമാർ പോലും ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഈ സ്ത്രീ ഒരു യുവാവുമായിട്ട് പാപം ചെയ്തു എന്നാണ് ഇവർ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. അതിനാണ് 2 സാക്ഷികളെ കൊണ്ട് അവർ പൈസ കൊടുത്തുകൊണ്ട് 2 സാക്ഷികൾ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വിധി നടപ്പാക്കേണ്ട ഈ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാണ്, അവിടെ ദൈവം പ്രവർത്തിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പെൺകുട്ടി ആ നിസ്സഹായാവസ്ഥ ചെയ്തത് എന്താണ്? ദാനിയേൽ പ്രവാചകൻ 13:35 13-ാമത്തെ അവൾ എന്ത് ചെയ്യുന്നറിയാമോ? അവൾക്ക് ആകെ പോകാനുള്ള വേറെ ആരുമില്ല, ആരും അവിടെ സത്യം തെളിയിക്കാനില്ല. അവൾ എന്ത് ചെയ്തു? ഉറക്കെ വായിച്ചേ. അവൾ കരഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്തി അവൾ കർത്താവിൽ ആശ്രയം അർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഇത് മറ്റൊരു വലിയ പോയിൻ്റാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ കടന്നു വരാം, ആർക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റാത്ത സാഹചര്യം, ഒരു കുഞ്ഞിന് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. അപ്രകാരം ഒരു വിഷമഘട്ടത്തിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോവുക. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ടത്, നിങ്ങൾ ദൈവത്തിങ്കിൽ ആശ്രയം അർപ്പിക്കുക, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക.
യെരമ്യാ 33:3 പറയുന്ന പോലെ നീ എന്നെ വിളിക്കുക, അപ്പോൾ ഞാൻ നിനക്ക് ഉത്തരമരുളും. റോമ 10:13 പറഞ്ഞു കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. ആ പെൺകുട്ടി എന്ത് ചെയ്യുന്നു? തൻ്റെ നിസ്സഹായ അവസ്ഥയിൽ ആരോടും ആര് പറഞ്ഞിട്ടും വിശ്വസിക്കുന്നില്ല. 2 സാക്ഷികളാണ് വന്ന് നിൽക്കുന്നത്, ഒന്നും പറയാൻ പറ്റുന്നില്ല. എല്ലാവരുടെ മേൽ അപമാനിതയായ ആ പെൺകുട്ടി, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൾ തമ്പുരാൻ്റെ നെടുവീർപ്പിട്ട് കണ്ണീരോടുകൂടി യേശുവേ, ദൈവമേ, ഹോവേ എന്ന് വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. അവിടെ ഈ കണ്ണീരിൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളഞ്ഞ് ദൈവസന്നിധിയിൽ എത്തുകയാണ്. പിന്നീട് നമ്മൾ സംഭവിക്കുന്നത് മറ്റൊരു വലിയ അത്ഭുതമാണ്. ഈ അപമാന ഭാരം പേറി തൻ്റെ ജീവിതത്തിൽ ജീവൻ നശിപ്പിക്കേണ്ടി വരുമായിരുന്നു, അല്ലെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ട് വരുന്ന ആ പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് ദൈവം ഒരു ആത്മാവിൽ നിറഞ്ഞ ഒരു ബാലനെ അയക്കുകയാണ്. അവൻ്റെ പേരാണ് ദാനിയേൽ. ദാനിയേൽ എന്ന പ്രവാചകനെ ദൈവമായി അയക്കുകയാണ് അവിടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിധി കേട്ട സമയത്ത് ദാനിയേൽ എന്ന് പറയുന്ന ആ സഹോദരൻ അവിടുന്ന് ഉറക്കം നിലവിളിച്ച് പറയുകയാണ്, നോ, ഇതെനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 13-ാം അധ്യായത്തിൽ 41 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. കൂടിയിരുന്നവർ അവരെ വിശ്വസിച്ചു, കാരണം അവർ ജനത്തിൻ്റെ ശ്രേഷ്ഠന്മാരും ന്യായാധിപന്മാരുമായിരുന്നു. അവർ അവളെ മരണത്തിന് വിധിച്ചു. അടുത്ത വചനം. അപ്പോൾ സൂസന്ന അത്യുച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു, നിത്യനായ ദൈവമേ, രഹസ്യങ്ങളെ വിവേചിക്കുന്നവനെ, വസ്തുക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവയെ അറിയുന്നവനെ, ഇവർ എനിക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. ഞാനിതാ മരിക്കാൻ പോകുന്നു, എങ്കിലും എനിക്കെതിരെ ദുഷ്ടതയോടെ ആരോപിച്ച കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്ന് നിനക്ക് അറിയാം. കർത്താവോട് നിലവിളി കേട്ടു. അടുത്ത വചനം. അവൾ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ദാനിയേൽ എന്ന പേരുള്ളൊരു ബാലൻ്റെ ആത്മാവിനെ കർത്താവ് ഉണർത്തി. വീണ്ടും അവൻ ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞു, ഇവരുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അടുത്ത വചനം. ജനം അവൻ്റെ നേരെ തിരിഞ്ഞു, നീ എന്താണ് പറയുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് അവിടെ സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ ഇടപെടലാണ്. ആ ബാലൻ്റെ അധരങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇതാ പ്രസംഗിക്കുകയാണ്, സംസാരിക്കുകയാണ്. ആ ബാലനായ ദാനിയേൽ പറഞ്ഞു, ദേ നോക്ക്, നിങ്ങൾ ഈ ചെയ്യുന്ന അനീതിയാണ്. കാരണം ശരിയായ വിധി നിർണയം നടത്താതെ സാക്ഷികളെ വിസ്തരിക്കാതെയാണ് നിങ്ങളിത് ചെയ്യുന്നത്. അത് വലിയൊരു തിന്മയാണ്. ഒരു പണി, ഈ സാക്ഷികളെ നമുക്കൊന്ന് വിസ്തരിക്കാം. പ്രിയപ്പെട്ടവരെ, പിന്നീട് കഥ നിങ്ങൾക്കറിയാം. അവർ 2 പേരെ സെപ്പറേറ്റായിട്ട് മാറ്റി നിർത്തി അവരെ ചോദ്യം ചെയ്യുമ്പോൾ ആ ചോദ്യം ചെയ്യുന്ന ഇടയിൽ അവർ പറയുന്ന മൊഴികൾ വിരുദ്ധമായിട്ട് മാറുന്നു. ഒരാൾ ഒരു കരയാമ്പൂ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വെച്ചാണെന്ന് പറയുമ്പോൾ വേറൊരാൾ പറയും, ഞാൻ അത്തിവൃക്ഷത്തിൻ്റെ മുകളിൽ വെച്ചാണ് കണ്ടത്. അവരുടെ മുമ്പിൽ വെച്ച് തന്നെ അവരുടെ ആ പ്ലാനും പദ്ധതികളും തിരിച്ചറിയപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവർ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാനിടയാകുന്നു. അപ്പോൾ അപമാന ഭാരത്താൽ കൊല്ലപ്പെടേണ്ടി വന്നിരുന്ന സൂസന്നയുടെ ജീവിതത്തിൽ ദൈവം തൻ്റെ ദൂതനെ അയക്കുകയാണ്. കാരണം എന്താണ്? അവരുടെ വിഷമഘട്ടത്തിൽ അവൾ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. പ്രിയ മക്കളെ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങളെ ഒത്തിരി പേര് തെറ്റിദ്ധരിച്ചിട്ടില്ലേ? ഒത്തിരി പേര് നിങ്ങളെക്കുറിച്ച് എല്ലാ കഥകൾ പറഞ്ഞിട്ടില്ലേ? ഒത്തിരി പേര് നിങ്ങളെ വേദനിപ്പിച്ചിട്ടില്ലേ? നിങ്ങളുടെ സൽപ്പേരിന് കളങ്കം വരുത്തുന്ന എത്രയോ സംസാരങ്ങളാണ് പലരുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ചിലപ്പോൾ ഓർക്കുമ്പം ചങ്ക് തകരുന്ന അവസ്ഥയുണ്ടാവും. പ്രിയപ്പെട്ട മക്കളെ, സാധാരണ ചൊല്ലുണ്ടല്ലോ, 100 കുടത്തിൻ്റെ വാ മൂടിക്കെട്ടാം, 1000 ആളുകളുടെ വാ മൂട്ടി കിടപ്പാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ പരിത്യക്തപ്പെട്ട അവസ്ഥയിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവസന്നിധിയിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ചെയ്യാത്തൊരു തെറ്റിന് പേരിൽ കുറ്റം ആരോപിക്കേണ്ട വ്യക്തിയാണെങ്കിൽ ദൈവസന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുക. ഓ ദൈവമേ, എൻ്റെ ജീവിത പങ്കാളി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അവൻ പറയുന്ന വാക്കുകൾ മൂലം ഞാൻ ഒത്തിരി അപമാനിതപ്പെട്ടിരിക്കുന്നു. എൻ്റെ നാട്ടുകാരുടെ മുമ്പിൽ, വീട്ടുകാരുടെ മുമ്പിൽ, സ്വന്തക്കാരുടെ മുമ്പിലൊക്കെ ഒത്തിരി അപമാനം ഞാൻ ഏൽക്കേണ്ടി വന്നു. എങ്കിലും ദൈവമേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, അങ്ങയുടെ കരം നീട്ടണമേ. 2 കരങ്ങളും ഉയർത്തി ദൈവസന്നിധിയിൽ നമ്മളെക്കുറിച്ച് അപമാനങ്ങൾ പറഞ്ഞ വ്യക്തികളെ ഓർത്ത്, നമ്മളെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞ് നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ചവരെ കുറിച്ച് ഓർത്ത് നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പോരാ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ദൈവമേ നന്ദി. സ്വരമുയർത്തി അതിരം തുറന്ന് യേശുവേ എന്ന് ഉറക്കെ വിളിച്ചേ. ഒറ്റ വിളി, ഈ യേശുവേ. സ്വരമുയർത്തി വിളിക്കട്ടെ, ഈ യേശുവേ, യേശുവേ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ സമയത്ത് ആരുടെയെങ്കിലും മനസ്സിൽ ഒത്തിരിയേറെ മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ അവരിലേക്ക് യേശുവിൻ്റെ രക്തം ഒഴുകട്ടെ. തെറ്റിദ്ധരിക്കപ്പെട്ടതിൻ്റെ ഓർമ്മകൾ കർത്താവെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റണമേ. കർത്താവെ, അഭിമാനത്തെ ക്ഷത സംഭവിച്ച വ്യക്തികളുടെ ഹൃദയങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. തങ്ങളെ വഞ്ചിച്ചവരോട്, കരയിച്ചവരോട് ക്ഷമിക്കാനുള്ള അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊരു പക്ഷേ നിങ്ങൾക്കൊക്കെ ഓർമ്മയുള്ള മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് മറ്റാരുമല്ല, 2021 ജൂലൈ 5-ാം തീയതി മരണത്തിലേക്ക് മരണം വരിച്ച ഒരു ജസ്യൂട്ട് വൈദികനാണ്. അതിൻ്റെ പേരാണ് സ്റ്റാനിസ്ലാവുസ് ലോർദ്. പറഞ്ഞേ ഹല്ലേലൂയ. സ്റ്റാൻ സ്വാമി എന്നറിയപ്പെടുന്ന, ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ കഥ ഒരുപക്ഷെ നിങ്ങൾക്ക് ഏവർക്കും അറിയായിരിക്കും. ഇല്ലെങ്കിൽ ഗൂഗിളൊന്ന് സെർച്ച് ചെയ്താൽ മതി. പ്രിയപ്പെട്ടവരെ, ഭീകര നിയന്ത്രണ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ ഏറ്റവും പ്രായം കൂടിയ വൈദികനായിരുന്നു 83 വയസ്സുള്ള സ്റ്റാനി ലൂർദ് സ്വാമി എന്ന് പറയുന്ന മനുഷ്യൻ. സ്റ്റാൻ സ്വാമി എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞതെന്നറിയാമോ? വർഷങ്ങളായി ഗോത്രവർഗ്ഗക്കാരുടെ ജോലി ചെയ്യുന്ന റാഞ്ചിയിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഗോത്രവർഗ്ഗക്കാർക്ക് വേണ്ടി നിലകൊണ്ടു എന്നൊരൊറ്റ കാരണത്താൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭീകരവിരുദ്ധ സംഘടനക്കാർ അദ്ദേഹത്തെ പിടികൂടുകയും അദ്ദേഹത്തെ ജയിലിലടയ്ക്കുകയും ചെയ്യുകയാണ്. 83 വയസ്സുണ്ട് അദ്ദേഹത്തെ പിടികൂടുമ്പോൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം നിരപരാധിയാണെന്ന് പലതവണ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിട്ടും ഇല്ല, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാവോയിസ്റ്റ് നക്സൽ ഗ്രൂപ്പിൽപ്പെട്ട ആളാണെന്നും 2018 നടന്ന ഒരു വലിയ കലാപത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി ഇദ്ദേഹമാണെന്നും അത് ആസൂത്രണം ചെയ്തത് ഇദ്ദേഹമാണെന്നും പറഞ്ഞ് കുറ്റം ആരോപിച്ചിട്ടാണ് അദ്ദേഹത്തെ തടങ്കലിൽ അടയ്ക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാർക്കിൻസൺസ് രോഗം മൂലം ഒരു ഗ്ലാസ് കപ്പ് വെള്ളം കയ്യിലെടുത്ത് കുടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഒരു സ്ട്രോ ചോദിച്ചിട്ട് പോയിട്ടും അന്നത്തെ സർക്കാർ അത് കൊടുത്തില്ല. വീണ്ടും പ്രിയപ്പെട്ടവരെ, 3 തവണ അദ്ദേഹം തൻ്റെ ജാമ്യത്തിന് വേണ്ടി അപേക്ഷിച്ചു. 3 തവണയും ജാമ്യം നിഷേധിക്കപ്പെട്ടു. അവസാനം പലവിധ രോഗങ്ങൾ മൂലം വിഷമിച്ച ആ മനുഷ്യൻ, പ്രിയപ്പെട്ടവരെ, 2021 ജൂലൈ മാസത്തിൽ അദ്ദേഹം അതിനിടയ്ക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകാനിടയായി. എങ്കിലും ജയിലിൽ ആയിരിക്കുന്ന, അറസ്റ്റിലായ സമയത്ത് തന്നെ അദ്ദേഹം മരണം വരിക്കുകയാണ്. പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറെ നാളുകൾക്ക് ശേഷം ഇദ്ദേഹത്തെക്കുറിച്ചുള്ള കുറ്റാരോപണങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വരാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇദ്ദേഹത്തെ മനഃപൂർവ്വം കുടുക്കിലാക്കാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടറിൽ ഇപ്രകാരമുള്ള ഭീകരതയെക്കുറിച്ചുള്ള ചില ഇതൊക്കെ തിരികെ കയറ്റി ഇദ്ദേഹത്തെ മനഃപൂർവ്വം കുരുക്കിലാക്കിയായിരുന്നു. അദ്ദേഹം തെറ്റുകാരനല്ലായിരുന്നുവെന്നും അതിന് ശേഷമാണ് പിന്നീട് കോടതിക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു ലോബിയുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, എന്താണ് ആ മനുഷ്യൻ ചെയ്തത്? ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന മനുഷ്യൻ ഗോത്രവർഗ്ഗക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനയും ദുഃഖവും അറിഞ്ഞ് അവർക്ക് ലഭിക്കേണ്ട സൗകര്യങ്ങളൊന്നും ലഭിക്കാതെ അത് അനേകർ തട്ടിയെടുക്കുമ്പം അവർക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി നിലകൊണ്ടു എന്ന ഒരൊറ്റ പേരിലാണ് അദ്ദേഹം ക്രൂശിക്കപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം അപമാനിതനായത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിൻ്റെ മരണശേഷമാണെങ്കിൽ കൂടി അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് തെളിയത്തക്ക രീതിയിൽ ദൈവം പ്രവർത്തിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ, സത്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ, നീതിക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ നിങ്ങൾ അപമാനിതരാകാനും തിരസ്കരിക്കപ്പെടാനും അവസരങ്ങളേറെയാണ്. ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ അത്രയൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം പാലിച്ച് നീതിക്ക് വേണ്ടി നിലകൊള്ളുകയും സത്യത്തിന് വേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ പല എതിർപ്പുകളും കടന്നു വന്നേക്കാം. എന്നാൽ സത്യം അവസാനം വിജയിക്കും എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഏകദേശം ഇതിന് സമാനമായ മറ്റൊരു സംഭവമാണല്ലോ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, അല്പം പ്രായമാർക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന, വർഷങ്ങൾക്ക് പഴക്കമുള്ള മറിയക്കുട്ടി വധക്കേസ്. ചങ്ങനാശ്ശേരി അതിരൂപതയിൽപ്പെട്ട ഫാദർ ബെനഡിക്റ്റ് എന്ന് പറയുന്ന ഒരു അച്ഛൻ മറിയക്കുട്ടി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ നശിപ്പിച്ച് കൊലപ്പെടുത്തിയെന്ന ഒരു കുറ്റാരോപണത്താൽ ആ ബെനഡിക്റ്റ് അച്ഛൻ പ്രിയപ്പെട്ടവരെ അറസ്റ്റിലാവുകയാണ്. അന്ന് പത്രമാധ്യമങ്ങൾ എഴുതി വെച്ചു, വൈദികർ ഇത്രമാത്രം നീചപ്രവൃത്തികൾ ചെയ്യുന്നവരാണ്, ഇവർക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നു. കത്തോലിക്ക സഭയെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലഘുലേഖകളും വാർത്തകളും ഒക്കെ ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, പിന്നീട് സംഭവിച്ചത്
അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുവാൻ, അദ്ദേഹത്തിനുണ്ടായ വിധിക്കെതിരെ വാദിക്കാൻ വേണ്ടി സുപ്രീം കോടതിയിലെ 2 പ്രമുഖരായ അഭിഭാഷകരെ കൊണ്ടുവരികയാണ്. അങ്ങനെ സുപ്രീം കോടതി 2 പ്രമുഖരായ അഭിഭാഷകർ വന്ന് അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുന്നു. അങ്ങനെ അദ്ദേഹം കുറ്റക്കാരനെന്ന് തെളിയപ്പെടുന്നു. അദ്ദേഹത്തെ വെറുതെ വിടുകയാണ്. അങ്ങനെ ഹൈക്കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടപ്പോൾ അന്ന് പത്രമാധ്യമങ്ങൾ പടച്ചുവിട്ടതെന്നറിയാമോ? റോമിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കൊണ്ടുവന്നിട്ടാണ് കത്തോലിക്ക സഭ അദ്ദേഹത്തെ രക്ഷിച്ചെടുത്തത്. ഒരു വ്യഭിചാരിയായ, ഒരു കൊലപാതകയായ ഒരു വൈദികനെ രക്ഷിക്കാൻ വേണ്ടി സഭ നടത്തുന്ന ഇങ്ങനെയുള്ള ഹീനമായ കാര്യങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനെ പൂർണ്ണമായിട്ട് നിരാകരിച്ചുകൊണ്ട് വലിയ വലിയ വാർത്തകളും ഇതൊക്കെ ഉണ്ടായി. അവസാനം എന്ത് സംഭവിച്ചു എന്ന് കാലം തെളിയിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ അച്ഛൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വാസ്തവത്തിൽ ഈ കൃത്യം നടത്തിയത് ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ കൈപ്പിഴവിലാണ് അത് സംഭവിച്ചത്. ആ ഡോക്ടർ മരിച്ചുപോയി. എന്നാൽ പിന്നീട് സംഭവിച്ചത്, പ്രിയപ്പെട്ടവരെ, ആ ഡോക്ടറുടെ കുടുംബാംഗങ്ങൾ ഈ അച്ഛൻ്റെ അടുത്ത് കാൽക്കൽ വന്ന് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഒരുപക്ഷെ അച്ഛൻ്റെ കണ്ണീരാണോ എന്നറിയില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ ദുരന്തങ്ങൾ ഒഴിയുന്നില്ല, രോഗങ്ങൾ മാറുന്നില്ല, തകർച്ചകൾ ഒഴിയുന്നില്ല. അച്ഛൻ ഞങ്ങളോട് ക്ഷമിക്കണം. ഈ തെറ്റ് ചെയ്തത് അച്ഛനല്ല, ഞങ്ങളുടെ കുടുംബത്തിലുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞ് അച്ഛൻ്റെ കാലേക്ക് കെട്ടിപ്പിടിക്കുമ്പോഴാണ് ലോകം അറിയുന്നത്, ഒരു കാലത്ത് വ്യഭിചാരി എന്ന് മുദ്ര ചെയ്ത്, കൊലപാതകി എന്ന് മുദ്ര ചെയ്ത് അടച്ചാക്ഷേപിച്ച് ആ ബെനഡിക്റ്റ് അച്ഛൻ ഒരു വിശുദ്ധനായ വൈദികനായിരുന്നു എന്ന്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ കേരളത്തിലൊക്കെ പോകുമ്പോൾ പറ്റുവാണെങ്കിൽ നിങ്ങൾ അതിരമ്പുഴയിലൊന്ന് ചെല്ലണം. അതിരമ്പുഴ പള്ളിയിൽ ഈ അച്ഛൻ്റെ ഭൗതിക ശരീരം അടക്കിയ സ്ഥലമുണ്ട്. ഞാനൊരിക്കൽ അവിടെ പോയ സമയത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയ കാഴ്ച, അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, തമിഴ്നാട്ടിൽ നിന്ന് ഒരു ടൂറിസ്റ്റ് ബസ് നിറയെ ആളുകൾ വന്നിരിക്കുകയാണ്. അവിടെ വന്നപ്പോൾ പല ആളുകളും അവിടെ ഈ അച്ഛൻ്റെ ആ ശവകുടീരത്തിന് മുമ്പിൽ അവർ ഇങ്ങനെ മുട്ടുമേൽ എഴയുന്നു, അവിടെ തൊട്ട് പ്രാർത്ഥിക്കുന്നു, വലിയതായിട്ട് അവർ പ്രാർത്ഥിക്കുന്നത് കണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഇതാ? അപ്പോൾ അവർ പറയണം, അച്ഛാ, ഇൻ ദ ഫാദർ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം ചെയ്യുന്ന ഒരു ഫാദറാണ്. ഈ ഫാദറിലൂടെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചാൽ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ അപമാനത്തിൻ്റെ കയ്പ് നീര് കുടിച്ച് എല്ലാവരുടെ മുമ്പിൽ ശിരസ് താഴ്ത്തി നിൽക്കേണ്ടി വരുമായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അച്ഛൻ. എന്നാൽ ദൈവം ആ മനുഷ്യനെ രക്ഷപ്പെടുത്തിയെന്ന് മാത്രമല്ല, കാലം തെളിയിച്ചു കൊടുത്തു ഈ മനുഷ്യൻ സത്യവാനായിരുന്നു എന്ന്. പ്രിയപ്പെട്ട മക്കളെ, ഇതും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ അപമാന ഭാരം പേറി നമ്മൾ ഈ ലോകത്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് അത് വെളിപ്പെട്ട് കിട്ടണമെന്നില്ല. എങ്കിലും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും എന്ന് തന്നെയാണ് സത്യം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷമാണ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ബൈബിളിലേക്ക് വീണ്ടും പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പം നമ്മൾ കാണുകയാണ്, ലൂക്കാ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 25-ാമത്തെ വചനത്തിൽ എലിസബത്ത് പറയുന്നൊരു പ്രാർത്ഥനയുണ്ട്. ലൂക്കാ 1:25. അവൾ വാസ്തവത്തിൽ ഒന്ന് വായിച്ചേ, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു. ഓർത്ത് നോക്കുക, എലിസബത്തിൻ്റെ ജീവിതം. അവളുടെ ഭർത്താവ് ആരാ? ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നൊരു വലിയ പുരോഹിതനാണ്. ആ മനുഷ്യനാണ് മക്കളില്ലാതെ പോകുന്നത്. എത്രമാത്രം വേദനയായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവസന്നിധി ശുശ്രൂഷ ചെയ്യുന്ന ആ ഒരു മനുഷ്യൻ്റെ ഭാര്യയ്ക്ക് മക്കളില്ല. അവിടെ കുറ്റമാണോ? അല്ല. പക്ഷെ തീർച്ചയായിട്ടും അവൾ അപമാനിതയായിട്ടുണ്ടാവണം, മുറിവേറ്റിട്ടുണ്ടാവണം. അവിടെയല്ലേ അവൾ പറയുന്നത്, കർത്താവേ, എൻ്റെ അപമാനം മാറ്റാൻ വേണ്ടി അവിടുന്ന് അത്ഭുതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ അപമാനം മാറ്റാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ചില കുടുംബങ്ങളിൽ പ്രിയപ്പെട്ടവരെ വിവാഹം നടക്കാതെ മക്കളുണ്ട്. എന്തുകൊണ്ടാണ്? നമുക്ക് തന്നെ ഉത്തരം കിട്ടുന്നില്ല. പരമാവധി ദൈവത്തോട് ചേർന്നിരിക്കുന്നു, ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുന്നു, ഒരു പാപപ്രവർത്തനം വീഴുന്നില്ല. പക്ഷേ ചില തടസ്സങ്ങൾ വന്ന് നിൽക്കുകയാണ്. ആരോടെല്ലാം പ്രാർത്ഥിച്ചു, എങ്ങനെയെല്ലാം പ്രാർത്ഥിച്ചു, എല്ലാവരും അപമാനിക്കാൻ തുടങ്ങി, കളിയാക്കാൻ തുടങ്ങി. കണ്ടില്ലേ, എന്നും പള്ളിയിൽ പോയിട്ട് എന്താ കിട്ടിയേ? എത്ര നാളായി? ബാക്കി എല്ലാവരുടെയും കാര്യം നടന്നു. അല്ലെങ്കിൽ ഒരു ജോലി, നിനക്ക് മാത്രം ജോലി കിട്ടില്ല, നീ ഈശോയും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നോ? നീ തെക്കൻ താറ്റടേക്കും പോയി, അവിടെയും പോയി ഇവിടെയും പോയി നടന്നോ? നിനക്കൊന്നും മെച്ചം കിട്ടില്ല, വേറെ ആളെ കണ്ടുപിടിക്കുക. ലോകത്തിൻ്റെ അരുവി നമ്മളോട് പറയും, നമ്മളെ അപമാനിക്കും. ഒരുപക്ഷെ നിങ്ങളെ ഈ ശുശ്രൂഷയിലേക്ക് വന്നതിനെ പോലും അപമാനിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ കുടുംബങ്ങളിലുണ്ടാവും. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? എല്ലാം കൂടെ കെട്ടിപ്പെറുക്കി അവിടെ പോയി എന്നാ കിട്ടാനാ?
പ്രിയപ്പെട്ടവർ, നീ ഒരു ദൈവഭക്തനാണ്, നീ ഒരു ദൈവഭക്തയാണ്, നീ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന ഒരൊറ്റ കാരണത്താൽ എത്ര മാത്രം അപമാനം നേരിടുന്ന ആളുകളെ എനിക്കറിയാം. ഒരു സമൂഹത്തിൽ ചെന്ന് കഴിയുമ്പോൾ ആ സൊസൈറ്റിയുടെ മുമ്പിൽ നിൽക്കാൻ അവർക്കൊന്ന് യോഗ്യതേ, അവൻ കള്ളും കുടിക്കത്തില്ല, അതും ചെയ്തില്ല, അവൻ വിശുദ്ധൻ, അവനെ അപമാനിച്ച് താഴ്ത്തി കെട്ടാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. അപ്പം മക്കളെ, ഇത് നമ്മൾ ശ്രദ്ധിക്കുക. രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. ഒന്ന്, നമ്മൾ മറ്റുള്ളവരെ അപമാനത്തേക്ക് തള്ളിയിടാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുപക്ഷെ ഒരു കായികമായ ഒരു അടി കൊടുക്കുന്നതിനേക്കാൾ വലിയ വലിയ ക്ഷതമാണ് നിങ്ങൾ ഒരാളുടെ സൽപ്പേരിന് കളങ്കം വരുത്തുന്ന പ്രവർത്തികൾ ചെയ്യുന്നത്. ഒരിക്കലും ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് എനിക്കറിയാൻ പാടില്ല. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു പെൺകുട്ടിയുടെ വിവാഹം നടക്കാത്തതിൻ്റെ കാരണം എന്തറിയാമോ? തൊട്ടടുത്തുള്ള നമ്മുടെ കത്തോലിക്കരായ 3-4 പേര് അവർ പറയുന്ന കിംവദന്തികൾ കാരണം ആ കുഞ്ഞുങ്ങളുടെ കല്യാണം നടക്കുന്നില്ല. എന്തൊരവസ്ഥയാണ്! നമ്മൾ ക്രിസ്ത്യാനികൾ, നമ്മൾ അവിടെ വരുന്നവരെല്ലാം പറഞ്ഞു വിടും, അവർക്കെന്തോ വേറെന്തോ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞു വിടുകയാണ്. എന്തിൻ്റെ ആവശ്യമുള്ളത്? നിങ്ങൾക്ക് നന്മ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പൊന്നുമക്കളെ മറ്റുള്ള ദ്രോഹിക്കാതിരിക്കണ്ടേ? നിനക്ക് അവർക്ക് സൽപ്പേര് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അവരെ അപമാനിക്കാതിരിക്കണ്ടേ? എന്താ പ്രശ്നം എന്നറിയാവോ? നീ പരിഹസിച്ചാൽ അത് നീ തന്നെ ഏൽക്കേണ്ടി വരും. അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. നീ ഒരാളെ അപമാനത്തിന് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ നിങ്ങൾ അപമാനത്തിന് ഏൽപ്പിക്കപ്പെട്ട് കൊടുക്കേണ്ട അവസരങ്ങൾ കടന്നു പോകാൻ സാധ്യതയുണ്ട്. കാരണം ഗലാത്യ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൻ്റെ 7-8 വചനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതി എഴുതി വയ്ക്കുകയാണ്. നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാൻ ആർക്കും ആവില്ല. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. നീ ജഡത്തിന് വേണ്ടി വിതച്ചാൽ ജഡത്തിൽ നാശം കൊയ്തെടുക്കും, ആത്മാവിനായി വിതച്ചാൽ ആത്മാവിൽ നിത്യജീവൻ കൊയ്തെടുക്കും. നമ്മൾ എങ്ങനെ ചെയ്യുന്നോ, എങ്ങനെ പ്രവർത്തിക്കുന്നോ അതനുസരിച്ചാണ് നമ്മളോടുണ്ടാവുക. അതുകൊണ്ട് നമ്മൾ ഈ ധ്യാനത്തിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ ഒരു തീരുമാനം എടുക്കണം. എൻ്റെ നാവിലൂടെ ഞാൻ സംസാരം വഴി മറ്റുള്ളവരുടെ അപമാനത്തിലേക്കും അവരുടെ സൽപ്പേരിന് കളങ്കം വരുന്ന രീതിയിൽ ഞാൻ പെരുമാറില്ല എന്ന് തീരുമാനമെടുത്തേ. വലിയൊരു അനുഗ്രഹമായിരിക്കും അത്. ജെറമ്യാ 15:19 എല്ലാവർക്കും അറിയാവുന്ന വചനമല്ലേ? വില കെട്ടോ പറയാതെ സദ്വചനങ്ങൾ മാത്രം പറഞ്ഞാൽ നീ എൻ്റെ നാവ് പോലെയാകും. 141-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വചനം അത് വളരെ മനോഹരമാണ്. നമ്മുടെ നാവിനെ നിയന്ത്രിക്കാനായിട്ടുള്ള 141:3 കർത്താവേ, എൻ്റെ നാവിന് കടിഞ്ഞാണ്ടിടണമേ, എൻ്റെ അധര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ. നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് ഓരോ വാക്ക് പറയുമ്പോഴും മക്കളെ നല്ല വാക്കുകൾ പറയാൻ ശ്രമിച്ചേ. അവരെക്കുറിച്ച് മോശം നെഗറ്റീവ് മാത്രം പറയാതിരുന്നേ. 4 ആൾ കൂടുന്നിടത്ത് മറ്റുള്ളവരുടെ കുറ്റം പറയാനാണ് നമുക്ക് പ്രേരണ കൂടുതൽ. അതാണ് പിശാച് നമ്മളെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്. ഒരാളുടെ നന്മ പറയാൻ നമുക്ക് പറ്റത്തില്ല. 4 പേര് കൂടുമ്പോൾ ഉടനെ മറ്റാൾ 3-ാമത്തെ ആൾ കുറ്റം. ഇതാണ് നമ്മുടെ ശീലം. അതൊന്ന് മാറ്റിയെടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. യേശുവിൻ്റെ ശരീരരക്തങ്ങളാൽ സ്പർശിക്കപ്പെട്ട എൻ്റെ നാവ്, ആ നാവ് കൊണ്ട് ഞാൻ മറ്റുള്ളവരെ വിധിക്കുകയും കുറ്റമാരോപിക്കുകയും അവരുടെ സൽപ്പേരിന് കളങ്കം വരുന്ന പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മൾ ദൈവനിന്ദ എന്ന പാപമാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നിൻ്റെ ജീവിതത്തിൽ അപമാനം ഏൽക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കാരണം ഈ ലോകത്തിൽ ഏറ്റവും അപമാനിക്കപ്പെട്ട വ്യക്തി, ഏറ്റവും അപമാനം ഏറ്റെടുക്കേണ്ട വ്യക്തി ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ കർത്താവായ യേശു അല്ലാതെ വേറെ ആരുമല്ല. ഇത്രമാത്രം അപമാനം സഹിക്കേണ്ടി വന്നൊരു വ്യക്തി ഈ ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു 4 നാൾ മുന്നേ അവിടുത്തെ വലിയ ആളായിട്ട് ഓശാന ഗീതങ്ങളാൽ അവനെ ഒരു രാജാവിനെ പോലെ എതിരേറ്റ അതേ ജനം 4 ദിവസം കഴിയുമ്പം ഇവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ് ആക്രോശിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തൊരു ഹീനമായൊരവസ്ഥയാണ്. യേശുവിൻ്റെ ജീവിതത്തിലുണ്ടായ തകർച്ചകൾ നമ്മൾ കാണുന്നു. പീലാത്തോസിൻ്റെ വീട്ടിലൊക്കെ വെച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാണ്, പീലാത്തോസിൻ്റെ വീട്ടിൽ വെച്ച് പടയാളികൾ ഒന്നടങ്കം പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശുവിനെ പരിഹസിക്കുകയും കളിയാക്കി രസിക്കുകയും ചെയ്യുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കാസ് സുവിശേഷം അതിൻ്റെ 23-ാം അധ്യായത്തിൽ 11 മുതൽ വാക്യങ്ങൾ, 11-12 വാക്യങ്ങൾ, അവിടെ യേശുവിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഹെരോദേസ് പടയാളികളോട് ചേർന്ന് അവനോട് നിന്ദ്യമായി പെരുമാറുകയും അവനെ അധിക്ഷേപിക്കുകയും ചെയ്തു. പറഞ്ഞേ ഹല്ലേലൂയ. അവർ യേശുവിനെ പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച് പിലാത്തോസിന്റെ അടുത്തേക്ക് അയച്ചു. അപ്പോൾ വചനം പറയാണ്, അവനെ നിന്ദിക്കാനും അപമാനിക്കാനും മത്സരിക്കുകയായിരുന്നു വസ്ത്രത്തിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശിരസിൽ മുൾമുടി ധരിപ്പിച്ചിട്ട് ദാ ഇസ്രായേലിൻ്റെ രാജാവേ നിനക്ക് സ്തുതി പറഞ്ഞ് അപമാനിക്കുകയാണ്.
മുഖത്ത് തുപ്പുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്തൊക്കെ യേശുവിൻ്റെ മനോഭാവം എന്തായിരുന്നു? കാൽവരി കുരിശിൽ കിടന്നുകൊണ്ട് ഇടതുകളം വിളിച്ചു പറയാ, എടാ ധൈര്യമുണ്ട്, ഇറങ്ങിച്ചെല്ല്, ഞങ്ങളെ കൂടെ രക്ഷപ്പെടുത്ത്, നീ ക്രിസ്തുവാണെ പുറത്തു വാ. പ്രിയപ്പെട്ടവരെ, സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ആ പുരുഷാരത്തിന് മുമ്പിൽ അല്പവസ്ത്രധാരിയായി ഒരു മനുഷ്യൻ ക്രൂശിക്കപ്പെടേണ്ടി വരിക. ഇതിൽ കൂടുതൽ അപമാനം ആരെങ്കിലും സഹിക്കാനുണ്ടോ? ഇതിൽ കൂടുതൽ അപമാനം സഹിക്കാനുണ്ടോ? സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു സമൂഹത്തിന് മുമ്പിൽ അല്പവസ്ത്രധാരിയായി പ്രിയപ്പെട്ടവരെ 3 നാണികളിൽ ക്രൂശിക്കപ്പെടേണ്ടി വരുന്നൊരവസ്ഥ. അത് യേശുവാണ് ഏറ്റവും കൂടുതൽ വേദനയും അപമാനവും സ്വീകരിച്ച വ്യക്തി. പക്ഷേ യേശുവിൻ്റെ മനോഭാവം അവിടെ എങ്ങനെയായിരുന്നു? ആരോടും ഒരു പരാതിയില്ലാതെ, തന്നെ വേദനിപ്പിച്ചവരോടും തന്നെ അപമാനിച്ചവരോടും തന്നെ നിന്ദിച്ചവരോടും തന്നെക്കുറിച്ച് ഇല്ലാക്കഥകൾ പറഞ്ഞവരോടും തന്നെ കുരിശിൽ തറച്ചവരോടും തനിക്ക് വേണ്ടി എല്ലാ ദുഷ്കർമ്മം ചെയ്തവരോട്, കർത്താവേ ഇവരോട് ക്ഷമിക്കണമേ, ഇവരറിയാതെ ചെയ്താണെന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയ യേശുവിൻ്റെ ആത്മശക്തി ഉണ്ടല്ലോ, അതാണ് നമ്മൾ കൈമുതലാക്കേണ്ടത്. നിന്നെ പലരും പലതും പറഞ്ഞെന്നിരിക്കും, അതിന് തിരിച്ചടിക്കാൻ നിൽക്കണ്ട മക്കളെ, തിരിച്ചടിക്കാൻ നിൽക്കണ്ട. യേശുവിനോട് ചോദിച്ച പല ചോദ്യങ്ങൾക്കും യേശു മറുപടി പറഞ്ഞില്ല. അത് പീലാത്തോസിനെ അത്ഭുതപ്പെടുത്തിയെന്നാണ് പറയുക. എല്ലാത്തിനും ഉത്തരം കൊടുക്കേണ്ട കാര്യമില്ല. യേശു അനുഭവിച്ച അപമാനത്തിൻ്റെ സഹനത്തിൻ്റെ ഉത്തരമാണ് 3-ാം ദിവസം പ്രിയപ്പെട്ടവരെ കാൽവരി ഉയർപ്പിൻ്റെ അന്ന് ദൈവമായ കർത്താവ് കാണിച്ചു കൊടുത്തത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ അപമാന ഭാരങ്ങളും നിന്ദനങ്ങൾക്കും മറുപടി കൊടുക്കാൻ നിൽക്കണ്ട. ചില ചോദ്യങ്ങൾ വരുമ്പോൾ ചോദ്യ പേപ്പറിൽ ആ ചോദ്യത്തിന് നമ്പർ എഴുതി വിട്ടാൽ മതി, തമ്പുരാൻ പൂരിപ്പിച്ചോളും, ബാക്കി ദൈവം ചെയ്തോളും. പറഞ്ഞേ ഹല്ലേലൂയ. അവിടെ പ്രിയപ്പെട്ടവരെ, 2-ാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, ഒന്ന്, നമ്മൾ മറ്റുള്ളവരുടെ പേര്, സൽപ്പേരിന് ദോഷം വരുന്ന പ്രവൃത്തികൾ, വാക്കുകൾ ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 2, നമ്മളെ ആരെങ്കിലുമൊക്കെ വേദനിപ്പിക്കുകയും കുറ്റപ്പെടുത്തുകയും താഴ്ത്തിക്കെട്ടുകയും നമ്മുടെ അഭിമാനത്തിന് ക്ഷതം വരുന്ന അവസ്ഥയിൽ പ്രവർത്തിക്കുകയും ചെയ്താൽ അവർക്ക് വേണ്ടി ഈശോ ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. ചിലപ്പോൾ എനിക്കറിയാം, ചില കുടുംബ ബന്ധങ്ങളിലൊക്കെ വരുമ്പോൾ ഏറ്റവും നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യം പറയുമ്പോഴാണ് പരസ്പരം പ്രിക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ഒരു ഭാര്യയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ അപ്പനന്മാരെ പറഞ്ഞാൽ അവൾ പെട്ടെന്ന് പ്രകോപതിയാവുമെങ്കിൽ ഭർത്താക്കന്മാർ പലരും പറഞ്ഞാൽ അവിടെ അപ്പനന്മാരെക്കുറിച്ചാണ്. എന്തിനാ പറയണേ? എന്താ മെച്ചം? അല്ലെങ്കിൽ ഭർത്താവിനോട് പറയുമ്പം ഭർത്താവിന് പെട്ടെന്ന് വേദനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഒരു പെങ്ങളെക്കുറിച്ചാണെങ്കിൽ ഉടനെ അതിനെക്കുറിച്ചായിരിക്കും സംസാരം. അപ്പോൾ നമ്മൾ ഈ വാക്കുകൾ കൊണ്ട് പരസ്പരം നമ്മൾ പ്രിയപ്പെട്ടവരെ നമ്മളെ തന്നെ നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ 2-ാമത്തെ കാര്യം, നിങ്ങളെ വേദനിപ്പിച്ചവരോട് നിങ്ങൾ ആത്മാർത്ഥമായി ക്ഷമിക്കുക. 3, നിൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചില അപമാനങ്ങൾ നേരിടേണ്ട വ്യക്തിയാണെങ്കിൽ ആ വേദനയുടെ നടുവിൽ ഈശോയുടെ മുഖത്തേക്ക് നോക്കുക. നമുക്കെല്ലാം നോക്കാനുള്ളത്, ഏത് പ്രതിസന്ധികളിലും ഏത് പ്രശ്നങ്ങൾ വരുമ്പോഴും നോക്കേണ്ടത് കാൽവരി കുന്നിലെ കുരിശിലേക്കാണ്. പറഞ്ഞേ ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ 30-ാം അധ്യായത്തിൻ്റെ 20-ാം വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് പോലെ, നിൻ്റെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികൾ വന്നാലും, ഏത് കഷ്ടപ്പാട് വന്നാലും, ഏത് വേദന വന്നാലും, ഏത് നിന്ദനം വന്നാലും, ഏത് അപമാനം വന്നാലും നിങ്ങൾ നിങ്ങളുടെ ഗുരുവിൻ്റെ നേരെ നോക്കണം. ആ ഗുരു നിന്നെ മറഞ്ഞിരിക്കുകയില്ല. നീ അവനെ നോക്കിയാൽ നിൻ്റെ മുഖം ഒരു കാഴ്ച കാണും. മുഖം മനസ്സിൻ്റെ കണ്ണാടി ആയതുകൊണ്ട് ആ മുഖം പറയും, ഇതാണ് വഴി, ഇതിലേ പോവുക. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. രണ്ട് കരങ്ങളും ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാമോ? പ്രിയ പൈതലേ, ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തെ തമ്പുരാൻ്റെ കരങ്ങളിൽ കൊടുക്കുമ്പോൾ ഞാനിതിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മളൊക്കെ ഏതെങ്കിലും കാലഘട്ടങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ അപമാനിതരായ വ്യക്തികളായിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ തന്നെ ഒരു കുറവ്, അല്ലെങ്കിൽ നമുക്ക് പോലും അറിയാത്ത ഏതെങ്കിലും ഒരു കുറവ്, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ചില തെറ്റിദ്ധാരണയുടെ വാക്കുകൾ മൂലമുണ്ടായ അപമാനം, നമ്മുടെ സൽപ്പേരിനെ ഹാനി വരുത്താൻ തക്ക രീതിയിൽ നമ്മളെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞ ഒത്തിരി പേര് നമ്മുടെ മുമ്പിലുണ്ടാവാം. ദൈവമേ, ഞങ്ങളിന്ന് ഈ വചനയാത്ര നടത്തിയപ്പോൾ മനസ്സിലായ ഒരു സത്യം, ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ അപമാനത്തെ അഭിമാനമാക്കി മാറ്റാൻ പോകുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ളതാണ്. ബൈബിളിലുടനീളം അതാണ് ഞങ്ങൾ കാണുന്നത്. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളെ ആരെങ്കിലുമൊക്കെ അപമാനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലുമൊക്കെ ഞങ്ങളെ പരിഹസിച്ച് ഞങ്ങളെ താഴ്ത്തിക്കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുറിവുകളുമായി ജീവിക്കുന്നവരായി മാറാൻ ഞങ്ങളെ അനുവദിക്കരുതേ കർത്താവേ. ആ മുറിവുകൾ അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഒന്ന് സുഖപ്പെടുത്തണേ ദൈവമേ. ഒപ്പം ദൈവമേ, അവരോട് ആത്മാർത്ഥമായിട്ട് ക്ഷമിക്കാൻ കൃപ നൽകണമേ കർത്താവേ.
ഞങ്ങളുടെ നാവുകളെ നിയന്ത്രിക്കാൻ ഇടതരണമേ. ഞങ്ങളുടെ സംസാരവും പെരുമാറ്റവും വഴി ഒരാൾ പോലും കണ്ണീര് വീഴാൻ ഇടയാകാതിരിക്കട്ടെ. പ്രിയ ദൈവ പൈതലേ, നിൻ്റെ ഒരു വാക്ക് വഴി നിൻ്റെ പപ്പ, നിൻ്റെ മമ്മി, നിൻ്റെ ജീവിത പങ്കാളി, സഹോദരൻ, സഹോദരി, മകൻ, മകൾ ആരെങ്കിലും ആയിക്കോട്ടെ, അവരൊക്കെ കണ്ണീര് വീഴാൻ ഇടയാക്കുന്ന പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക. മാതാപിതാക്കളെ, മക്കളെ ദൈവഭക്തിയിൽ വളർത്തുക. അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം അവരെ സ്പർശിക്കട്ടെ. ആത്മാവിന് വില കൊടുക്കുന്നവരായി ജീവിക്കാൻ അവരെ പ്രേരിപ്പിക്കുക. മാതാപിതാക്കളെ, നിങ്ങളുടെ ജീവിതമാണ് അവർ വായിക്കുന്ന ആദ്യത്തെ സുവിശേഷമെന്ന് മറക്കാതിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്കാണ് അവർ നോക്കുന്നത്. നല്ല മാതൃകളായി തീരാനുള്ള കൃപ നൽകണമേ. രണ്ട് കരങ്ങളും ഉയർത്തി അധരം തുറന്ന് ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി അധരം തുറന്ന് യേശുവേ, യേശുവേ. യേശുവേ, ഓ കർത്താവേ, ഓ ജീസസ്. കാര്യങ്ങളെ ഹൃദയത്തോട് ചേർത്ത് ഇന്നത്തെ സഹനങ്ങളെല്ലാം യേശുവേ നാളെ നിൻ മഹത്വമായി മാറും. നീ ഏറ്റെടുക്കുന്ന അപമാനങ്ങൾ നിനക്ക് മഹത്വമായിട്ട് മാറും മകനെ. വേദനയെല്ലാം നിന്റെ മനസ്സിന്റെ വേദനയെല്ലാം നാളെ നിൻ ആനന്ദമായി മാറ്റാൻ പോകുന്നവനാണ് നമ്മുടെ ദൈവം. നാളെ നിൻ ആനന്ദമാകും. ഒരിക്കൽ കൂടി രണ്ട് കരങ്ങൾ ഉയർത്തി മൂടിയണിഞ്ഞുകൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി. മുള്ളുകൾ എൻ്റെ മുഖത്ത്, മുള്ളുകളെ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി. സ്നേഹത്തോടേകിയ മുത്തം, സ്നേഹത്തോടേകിയ മുത്തം വേദനയായി മാറിയപ്പോൾ, വേദനയായി മാറിയപ്പോൾ യേശുവേ ആ വേദനയ്ക്കൊരു പേരു നൽകി ഞാൻ. അതിൻ പേരല്ലോ സഹനം. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് അതിൻ പേരല്ലോ സഹനം. ഓ ദൈവമേ, എൻ്റെ ജീവിതം മുഴുവൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഒത്തിരിയേറെ അപമാന ഭാരം ഏറ്റുവേണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. പലപ്പോഴും ചെയ്യാത്ത പല തെറ്റുകൾക്കും എന്നെ പലരും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ദൈവമേ, അപ്പോഴൊക്കെ ഞാൻ തകർന്നു പോയിട്ടുണ്ട്. എങ്കിലും ആ നിമിഷങ്ങളിൽ അങ്ങയുടെ മുഖത്തേക്ക് നോക്കാൻ കൃപ നൽകണമേ. അങ്ങയുടെ മുഖം അത് ഞങ്ങൾക്ക് അങ്ങയുടെ ഹിതം വെളിപ്പെടുത്തി തരുമല്ലോ. ക്ലേശത്തിൻ മുള്ളുകൾക്കിടയിൽ വേദനയിൽ ഞാൻ പിടഞ്ഞു. പരിഹാസവാക്കുകളുടെ നടുവിൽ, പരിഹാസവാക്കിൻ നടുവിൽ ഇടനെഞ്ച് കീറി നീറി ഞാൻ കരഞ്ഞു. ഇടനെഞ്ചു നീറി കരഞ്ഞു. യേശുവേ, ആ നേരമെൻ മുൻപിൽ തെളിഞ്ഞു ക്രൂശിതമാം ക്രൂശിതമാം ദിവ്യരൂപം. ആശ്വാസത്തോടെ ആശ്വാസത്തോടെ നുകർന്നു ആ ദിവ്യനാഥന്റെ സ്നേഹം. ആ ദിവ്യനാഥന്റെ സ്നേഹം. മുൾമുടിയണിഞ്ഞ് കൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി. മുള്ളുകളെ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി. സ്നേഹത്തോടേകിയ മുത്തം വേദനയായി മാറിയപ്പോൾ ആ വേദനയ്ക്കൊരു പേരു നൽകി ഞാൻ. അതിൻ പേരല്ലോ സഹനം.
ഒരിക്കൽ കൂടി രണ്ട് കരങ്ങളും ഉയർത്തി കാൽവരി കുന്നിലെ യേശുവിന്റെ മുഖം കണ്ട് ഉറക്കെ സ്തുതിക്കട്ടെ. യേശുവേ സ്വരം ഉയർത്തി വിളിച്ചേ. യേശുവേ യേശുവേ ഹല്ലേലൂയ 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 യേശുവേ യേശുവേ glory 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 യേശുവേ ആരാധിക്കുന്നു 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 യേശുവേ ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. നമ്മുടെ മനസ്സിലുണ്ടായ എല്ലാ അപമാനത്തിൻ്റെയും എല്ലാ മുറിവിൻ്റെയും നൊമ്പരങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ ഹൃദയം ചേർത്ത് പ്രാർത്ഥിക്കാം. അമ്മ ഒത്തിരി അപമാനിതയായ വ്യക്തിയാണ്. കാരണം അമ്മ യേശുവിനെ ഗർഭം ധരിക്കുന്ന നിമിഷം മുതൽ തന്നെ അപമാന ഭാരം പേറിയവളാണ്. വിവാഹം നടക്കുന്നതിന് മുമ്പ് തന്നെ ഗർഭിണിയാകേണ്ടി വരിക. പിന്നീട് യേശുവിൻ്റെ വളർച്ചയുടെ ഓരോ കാലഘട്ടങ്ങളിലും യേശുവിനെക്കുറിച്ച് കിട്ടുന്ന വാർത്തകൾ അത്ര നല്ലതായിരുന്നില്ല. അവൻ പാപികളിലൂടെ നടക്കുന്നു, അവൻ ചുങ്കക്കാരുടെ കൂടെ ജീവിക്കുന്നു, അവൻ ദേവാലയത്തിൽ പോയി അതൊക്കെ തട്ടിമറിച്ചിട്ടിരിക്കുന്നു, സാബത്ത് ലംഘിക്കുന്നു. ഓരോ ദിവസങ്ങളിലും അപമാനത്തിൻ്റെ വാക്കുകളാണ് യേശുവിനെക്കുറിച്ച് അവൾ കേട്ടുകൊണ്ടിരുന്നത്. അവസാനം എല്ലാവരാലും പരിത്യക്തനായി ഒരു കുറ്റവാളിയെപ്പോലെ, ഒരു കൊലപാതകിയെപ്പോലെ, ഒരു ഭീകര പ്രവർത്തകരെ പോലെ വലിയ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടാൻ വേണ്ടി കയ്യാമം വെച്ച് യേശു പോകുന്ന അവസ്ഥ. ശരീരമാസകലം മുറവണിഞ്ഞ് വലിയ ഭാരമേറിയ കുരിശിൽ ചുമന്നുകൊണ്ട് നടന്നു നീങ്ങുന്ന യേശുവിൻ്റെ പിന്നാലെ അപമാന ഭാരം മൂലം തകർന്ന ഹൃദയവുമായിട്ടാണ് അമ്മ കടന്നുപോയത്. ആരോട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ആ കാൽവരി മുകളിൽ 3 ആണികളിൽ മകൻ പിടഞ്ഞു വീഴുമ്പോൾ ആ രക്തക്കണ്ണീര് അമ്മയുടെ കണ്ണിൽ നിന്ന് ഒഴുകി ഇറങ്ങി. അപമാന ഭാരം മൂലം ആ അമ്മയുടെ മനസ്സ് തകർന്നിട്ടുണ്ടാവണം. എങ്കിലും കർത്താവ് അരുളി ചെയ്തവ നിറവേറുന്ന വിശ്വസിച്ചവൾ ഭാഗ്യവതിയായി. ഈ മരണത്തിനപ്പുറത്ത് ഒരു ഉയർപ്പുണ്ട്. എൻ്റെ മകൻ അവൻ അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. ആ ഒരു ബോധ്യത്തോടെ അമ്മ ജീവിച്ചു. അമ്മ ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. അപമാനത്തിൻ്റെയും ഒത്തിരിയേറെ വേദനയുടെയും അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അമ്മയുടെ മനോഭാവം ഞങ്ങൾക്കുണ്ടാകണമേ. സഹനത്തിൻ പാതയിൽ സാക്ഷ്യമാകാതെ കണ്ണീർ തൂകി ഞാൻ നിന്നിടുമ്പോൾ, കണ്ണീർ തൂകി ഞാൻ നിന്നിടുമ്പോൾ, സഹനത്തിൻ പാതയിൽ സാക്ഷ്യമാകാതെ കണ്ണീർ തൂകി ഞാൻ നിന്നിടുമ്പോൾ, കണ്ണീർ തൂകി ഞാൻ നിന്നിടുമ്പോൾ, അമ്മേ തിരുക്കച്ചയാ പൊതിയേണമേ, അമ്മേ. കരങ്ങൾ ഉയർത്തി ചേർന്ന് വിളിച്ചേ, അമ്മേ തിരുക്കച്ചയാൽ പൊതിയേണമേ, മാതൃസ്നേഹത്തിൻ നറുമണമെന്നിൽ തൂകേണമേ, അമ്മേ തൂകേണമേ, മാതൃസ്നേഹത്തിൻ നറുമണമെന്നിൽ തൂകേണമേ, അമ്മേ തൂകേണമേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞ് വലതുകരം ഉയർത്തി ഒരു 3 തവണ ഉറക്ക ഹല്ലേലൂയ പറയട്ടെ. ജീവനോടെ പറയാം. ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി അടിച്ചൊരു തീപ്പൊരി കൈയടി ഈശോയ്ക്ക് കൊടുക്കുക. യേശുവേ നന്ദി, യേശുവേ പോരാ നന്നായിട്ട് കൈയടിച്ച് യേശുവേ ആരാധന, യേശുവേ സ്തുതി. സ്വസ്ഥാനങ്ങളിലേക്ക് ശാന്തമായിട്ടിരിക്കാം.